ഇത് curly അല്ല, നോർമലും അല്ല, it's frizzy hair. അപ്പോൾ ആ frizzy not your hair. I mean, so ഈ ഷാർക്ക് ടാങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ I wouldn't say it is 100% real. There is a scripting element to it. So we really started working on a lot of things. Like ഇന്ന് കാണുന്ന ഹിൻഷറ അല്ല അന്ന് ഷാർക്ക് ടാങ്കിന് മുമ്പുള്ള ഹിൻഷറ. See, as entrepreneurs, you have to be very fast. If something doesn't work for you, പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം. Hi all, welcome to another episode of After the Blue podcast powered by Blue Stick Media. So ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് Manetain എന്ന് പറഞ്ഞ ഒരു D2C ബ്രാൻഡിൻ്റെ co-founder ഹിൻഷറ ഹബീബ് ആണ്. സോ Manetain എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ they are from India focusing on premium curly hair products. ഓക്കെ, സോ ഇതാണ് അവരുടെ പ്രോഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഹിൻഷറ. ഹായ് ഹിൻഷറ, വെൽക്കം ടു ദി ഷോ. Hi. Thank you. സോ Manetain ഷാർക്ക് ടാങ്ക് സീസൺ 2 വന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കേർലി ഹെയർ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ Manetain എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു D2C ബ്രാൻഡിൻ്റെ ആ ഒരു ഫോർമേഷൻ എങ്ങനെയാണ് Manetain ഫോം ചെയ്തത്? സോ ശരിക്കും പറഞ്ഞാൽ Manetain എന്ന് പറയുന്നൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ പ്രോബ്ലമായിരുന്നു. അതായത് എനിക്ക് ചെറുപ്പം പോലെ ചുരുളമുടിയാണ്. ഇപ്പം കാണുന്ന ആ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഈ ചുരുളമുടി ഇഷ്ടപ്പെടുന്ന ഒരു ആളായിരുന്നില്ല ഞാൻ വീട്ടിലായാലും എൻ്റെ മദറിനും കേർലി ഹെയർ ആണ്. ആൻഡ് ഇറ്റ് വാസ് എ സ്ട്രഗിൾ, ഒരു ഡെയിലി സ്ട്രഗിളായിരുന്നു. എന്നും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പിടിച്ചിരുത്തി 2 സൈഡ് മുടി ചീവി പിന്നിയിട്ട് ഇറ്റ് വാസ് എ വെരി പെയിൻഫുൾ അഫെയർ. ആൻഡ് സ്കൂളിൽ പോയി നോക്കുമ്പോഴും എല്ലാവർക്കും നല്ല സ്ട്രെയിറ്റ് ഹെയർ, ആൻഡ് മീഡിയയിൽ നോക്കുമ്പോഴും അവിടെയും സ്ട്രെയിറ്റ് ഹെയർ. സോ ഇറ്റ് വാസ് ഓൾവേസ് ഒരു ചെറിയൊരു കോംപ്ലെക്സ് പോലെ വേണമെങ്കിൽ പറയാം, വേ യു ഫീൽ നോട്ട് ബ്യൂട്ടിഫുൾ ഓൺ യുവർ ഓൺ, ലൈക്ക് നോ സെൽഫ് ലവ്. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 10th വരെ ഞാൻ രാജഗിരിയിലാണ് പഠിച്ചത്, കളമശ്ശേരിയിൽ. അതിനുശേഷം 11th and 12th ഞാൻ ലോറൻസ് സ്കൂൾ ലവ്ഡെയിൽ ഊട്ടിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ നമുക്ക് ഹോളിഡേയ്സ് ഉള്ള സമയത്ത് ഇറ്റ് വാസ് ജൂൺ ജൂലൈ വെക്കേഷൻ ടൈം. അപ്പോൾ അങ്ങനെ ഞാൻ ഹോളിഡേക്ക് വന്ന ഒരു സമയത്താണ് വീട്ടിൽ ആരും പറയാതെ ഓൺലി മൈ ബ്രദർ ന്യൂ ദാറ്റ് എനിക്ക് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യണം എന്നൊരു കുറേ നാളത്തെ ഒരു ഭ്രാന്തായിരുന്നു. സോ സ്മൂതൻ ചെയ്യണം, ബിക്കോസ് അന്ന് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഈ സ്മൂതൻ ചെയ്യാൻ. ബിക്കോസ് ദ പ്രോബ്ലം ഇസ് വെൻ നമ്മൾ സലോണിൽ പോയാൽ പോലും അവർ നമ്മുടെ ഹെയർ കണ്ടിട്ട് പറയുന്നത് ഓ ഇത് ഫ്രിസി ആണ്, ഇത് കേർലി അല്ല, നോർമലും അല്ല, ഇറ്റ്സ് ഫ്രിസി ഹെയർ. അപ്പോൾ ആ ഫ്രിസി നോട്ട് യുവർ ഹെയർ. സോ ആ ഫ്രിസി ഹെയറിനെയാണ് അവർ പറയുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്മൂതൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ തന്നെ ചെയ്യണം. സോ സ്ട്രെയിറ്റ് ഹെയർ വാസ് കൺസിഡർഡ് ബ്യൂട്ടിഫുൾ, so beautiful, അപ്പോൾ that thought was always there in my mind, and I felt like നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്താലും മേക്കപ്പ് ഇട്ടാലും your final appearance, your hair matters. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ഹോളിഡേക്ക് ആരും പറയാതെ ഞാനങ്ങ് പോയി സ്മൂതിനങ്ങ് ചെയ്തു. ഐ റിമെമ്പർ ഡൂയിങ് ഇറ്റ് ഫ്രം അംബിക പിള്ളൈ ഇൻ കൊച്ചിൻ. ആൻഡ് അന്നത്തെ ഒരു നല്ല സലോണായിരുന്നു അവിടെ. ആൻഡ് അത് പോയി ചെയ്തപ്പം ഐ ഫെൽറ്റ് സോ കോൺഫിഡൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ഡിഫൈനിങ് മൈ ബ്യൂട്ടി വിത്ത് മൈ സ്ട്രെയിറ്റൻഡ് ഹെയർ. ആൻഡ് ഐ ഫെൽ ലൈക്ക് എന്ന് മുടി സ്ട്രെയിറ്റൻ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് എന്നെ കാണാനൊരു ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ എന്നാലേ എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനെയായിരുന്നു. 12th ഞാൻ ചെയ്തത്. 12th ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കോളേജിന് വേണ്ടി ഞാൻ ക്രൈസ്റ്റിലേക്ക് മൂവ് ചെയ്തു, ബാംഗ്ലൂർ. അവിടെ ചെന്നപ്പം അവിടെയും ചെയ്തു. പക്ഷെ വാട്ട് ഹാപ്പൻ വാസ് അവിടുത്തെ വെള്ളം വാസ് വെരി ഡാമേജിങ്. അപ്പോൾ എൻ്റെ ഹെയർ നല്ലതായിട്ടങ്ങ് പൊഴിയാൻ തുടങ്ങി. അപ്പോൾ ദെൻ അടുത്ത വറിയായി ഉള്ള മുടിയും കൂടെ ഇനി പോവോ. സോ ഐ ടുക്ക് എ ഡിസിഷൻ, ഓക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല, വൃത്തിയേടാവട്ടെ, ലൈക്ക് ആ ഫ്രിസി ഹെയർ. ബിക്കോസ് നമ്മൾ എത്ര സ്ട്രെയിറ്റൻ ചെയ്താലും സ്മൂതൻ ചെയ്താലും ദ ഹെയർ ദാറ്റ്സ് ഗ്രോയിങ് ഈസ് ഗോയിങ് ടു ബി curly again, okay? In that case frizzy, because I didn't know how to take care of it, and nobody knew also how to take care of curly hair. അങ്ങനെ ഇരിക്കുമ്പോഴാണ് I decided to stop straightening. I was like ഇനി ചെയ്യണ്ട, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാത്രം ടെമ്പററി ആയിട്ട് ഹെയർ സെറ്റ് ചെയ്തിട്ട് പോവാം എന്നുള്ള രീതിയിൽ. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പം I had the opportunity to go for an internship in Dubai. So I interned with Aster Healthcare. And അവിടെ ഒരു internship ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാനൊരു വേറെ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു who had lovely curly hair till her back properly, and she happened to be a mallu also. അപ്പോൾ ഞാൻ ഒരു മടിയില്ലാതെ ഞാൻ പോയി ചോദിച്ചു എന്താണ് മുടിക്ക് ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത് അത് തന്നെ എനിക്കും പറഞ്ഞു തരണം, ബിക്കോസ് ഐ തിങ്ക് മൈ ഹെയർ ഇസ് കേർലി ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അങ്ങനെ ഷീ ഈസ് ദ വൺ ഹു ടോൾഡ് മീ അബൌട്ട് ദ കേർലി ഗേൾ മെത്തേഡ്. സോ ഇത് ശരിക്കും പറഞ്ഞ ഒരു ബുക്കാണ്. ഇറ്റ് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ എ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇൻ ദ US ടു ആക്ച്വലി ടെൽ യു ഹൗ ടു ടേക്ക് കെയർ ഓഫ് കേർലി വേവി ഹെയർ. എങ്ങനെ മുടി വാഷ് ചെയ്യണം, എങ്ങനെ മുടി ഡ്രൈ ചെയ്യണം, ഏത് ഇൻഗ്രീഡിയൻസ് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. സോ ഇറ്റ് ഇസ് ലൈക്ക് ലിറ്ററലി ഒരു ബൈബിൾ പോലെ.
നമ്മുടെ ഹെയർ കെയർ ജേർണീൻ്റെ മാത്രം, അതും കേളി ഹെയറിന് മാത്രം. അപ്പോൾ കേളി ഹെയർസിന് ഈ ഒരു ടൈപ്പ് ഇൻഗ്രീഡിയൻസ് അങ്ങനെയുണ്ടോ? there are particular ingredients that we need to avoid using in our shampoo, conditioner. പിന്നെ ഷാംപൂ കണ്ടീഷണർ മാത്രം ഉപയോഗിച്ചാൽ പോരാ. എൻ്റെ ഈ ഹെയർ ഇപ്പോൾ സ്റ്റൈൽഡ് ആണ്. ഐ ഹാവ് യൂസ്ഡ് എ ലീവ് ഇൻ കണ്ടീഷണർ ആൻഡ് എ ജെൽ. അപ്പം അതും കൂടെ യൂസ് ചെയ്യണം. ആൻഡ് ദീസ് വർ ലൈക്ക് വെരി ന്യൂ തിങ്സ്. നമ്മുടെ ഹെയറിന് ഒക്കെ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് അത് വായിക്കുകയും ആ കുട്ടി പറഞ്ഞതിന് ശേഷം. സോ ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു അതിനെപ്പറ്റി. ആൻഡ് താങ്ക്ഫുള്ളി ഇറ്റ് വാസ് വെരി പോപ്പുലർ ഇൻ ദി US. അപ്പം ഇന്ത്യയിൽ തീരെ അതിനെപ്പറ്റി നോളജ് ഇല്ല. പക്ഷെ നമ്മൾ യൂട്യൂബും ബ്ലോഗും ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. ബട്ട് നൺ ഓഫ് ദീസ് പ്രോഡക്ട്സ് വർ അവൈലബിൾ ഇൻ ഇന്ത്യ. ആൻഡ് ദുബായിലും ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ആ 2 months ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അഗൈൻ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഈ പ്രോഡക്ട്സ് എനിക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണം. ബട്ട് ആരൊക്കെയോ US അന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒരു ബ്രദറിൻ്റെ ഫ്രണ്ട് ആവും, അവർ വഴിയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയും ഇന്നൊരു സാധനം ഉണ്ട്, എനിക്കതൊന്ന് വാങ്ങിച്ചു തരാമോ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വീട്ടിൽ നിന്ന് അവർ പോക്കറ്റ് മണി അയച്ചു തരുമ്പോൾ ഐ വാസ് സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ. സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ആ പോക്കറ്റ് മണി എന്നെ സേവ് ചെയ്ത് ഈ ഹെയർ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു മാറ്റി വെച്ചിരുന്നത്. ആൻഡ് ബാക്ക് ഇൻ ദ ഡേ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. ഒരു ഷാംപൂ ഒക്കെ തന്നെ 3,000 rupees, 3,500. This is in 2017. It is very expensive. But because you're so desperate, ആ മുടി എങ്ങനെയെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് I used to spend. Just save up ചെയ്ത് സ്പെൻഡ് ചെയ്യുക. ആ ഒരു സമയത്താണ് ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ, she was a mother of like ഒരു മദറും പിന്നെ she was a devotee of Christianity and she was inspired to take care of her curly hair. അപ്പോൾ പുള്ളിക്കാരി അതിനെപ്പറ്റി ഇങ്ങനെ കുറേ എഴുതുമായിരുന്നു. അങ്ങനെ she started an influencer page, like ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിനിങ്ങനെ കുറേ പേര് ആഡ് ചെയ്ത് ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് we all used to interact one on one, like പല curly hair ആൾക്കാർ. And she formed a WhatsApp group. അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ നോക്കിയപ്പം ലെസ് ദൻ 50 of us, all of us had the same problem. എല്ലാവർക്കും ചുള്ളമുടി, വർഷങ്ങളായിട്ട് ചുള്ളമുടി, പക്ഷെ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എവ്രിബഡി ഹാഡ് ദ സെയിം സ്റ്റോറി. ആൻഡ് we all used to buy products together. US ന്ന് പ്രോഡക്ട്സ് ഒരുമിച്ച് വാങ്ങിച്ചിട്ട് ഒരാളുടെ അഡ്രസ്സിലേക്ക് വാങ്ങിച്ചു അത് ഷിപ്പിങ്ങും എക്സ്പോർട്ട് ഡ്യൂട്ടി എല്ലാം ഇമ്പോർട്ട് ഡ്യൂട്ടി എല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്. പിന്നെ അവിടെയാണ് ഞാൻ യൂബാനെ മീറ്റ് ചെയ്യുന്നത്. So Yuba is actually from Bombay and she was also part of the WhatsApp group. And പുള്ളിക്കാരിക്കാണെങ്കിൽ colored curly hair ആയിരുന്നു. And she used to always bring about good facts about ingredients. ഞാൻ പറഞ്ഞില്ല ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം, എന്താണ് ഈ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഹെയറിൽ ചെയ്യുന്നത്. സോ ഷീ കംസ് ഫ്രം എ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, ഡെന്റിസ്റ്റ് ആണ് പുള്ളിക്കാരി. സോ ഷീ യൂസ് ടു ബി വെരി കറക്റ്റ് അബൌട്ട് ഈ കാര്യങ്ങളൊക്കെ. ആൻഡ് ദാറ്റ് യൂസ് ടു റിയലി മേക്ക് മീ ടോക്ക് ടു ഹെർ ഫർദർ. അങ്ങനെ ഞങ്ങൾ പേഴ്സണലി ഒരു റിലേഷൻഷിപ്പ് അങ്ങ് ബിൽഡ് ചെയ്തു. ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് നിന്ന സമയത്താണ് എനിക്ക് ഡെലോയിറ്റിൽ പ്ലേസ്മെൻറ്റുമായി. ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഡെലോയിറ്റിലേക്ക് കയറാം. പക്ഷെ ആ ഡെലോയിറ്റ് കയറുന്നതിന് മുമ്പ് ഒരു 4 months ഹോളിഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോളിഡേയിലൊക്കെ എൻ്റെ വീട്ടുകാരും ഇങ്ങനെ നോക്കുക, കുറേ സാറ്റിൽ മാത്രമേ ഉറങ്ങുള്ളൂ, മുടി ചീവുന്നില്ല, വാഷ്റൂമിൽ മാത്രമേ ചീവുന്നുള്ളൂ, നമ്മൾ വെറ്റ് ഹെയർ മാത്രമേ കോമ്പ് ചെയ്യുള്ളൂ, ഡ്രൈ ഹെയർ കോമ്പ് ചെയ്യില്ല. അപ്പം ഈ ചേഞ്ചസ് എല്ലാം നോട്ടീസ് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ സിസ്റ്ററിലോ പറഞ്ഞു ഇത്ര ആഗ്രഹമാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, യു സീം ടു ബി വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഞാൻ കോളേജിലുള്ള എല്ലാവരുടെ അടുത്തും, ബിക്കോസ് ദേ ഓൾസോ സോ മീ ഗോ ഫ്രം ലിറ്ററലി സ്ട്രേറ്റ് ഹെയർ ഹിൻഷറ ടു കേളി ഹെയർ ഹിൻഷറ. അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും എന്താ മുടിക്ക് എന്താ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ പോയി തപ്പി പിടിക്കും. ഞാൻ ഈ ക്രൈസ്റ്റിൽ നടക്കുന്ന ആരുടെ പറയും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുടി കേളിയാണ്, ഇങ്ങനൊരു സംഭവമുണ്ട്. സോ ഐ യൂസ് ടു ടെൽ ദം. ആൻഡ് ദെൻ so I was very passionate about encouraging more people to fall in love with their curly hair. And that's how we met in Bombay for the first time. I went to meet her from Bangalore to discuss this idea of Manetain. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ Manetain is coming into reality. So I think in 2018 you started. 18 is when we started. And we started out of a Instagram page. We didn't have a website or anything. And ഞങ്ങളുടെ നെയിം വരെ ഈ Manetain എന്ന് പറഞ്ഞ നെയിം വരെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് who was part of that group പുള്ളിക്കാരിയാണ് സജസ്റ്റ് ചെയ്തത്. ബിക്കോസ് they were all so excited that somebody is taking an initiative to make something in India. ബിക്കോസ് ഇന്ത്യയിൽ അന്നും ഒരു പ്രോഡക്ട്സും ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആയിരുന്നില്ല. ആൻഡ് ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരു 4 months ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഡെലോയിറ്റ് നിന്ന് വർക്ക് കഴിഞ്ഞാൽ വന്ന ശേഷം ഞാൻ DMs എല്ലാം റിപ്ലൈ ചെയ്ത് ഓർഡേഴ്സ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് പിന്നെ ഒരു ഗൂഗിൾ ഷീറ്റ് വഴി എല്ലാം ഓർഗനൈസ് ചെയ്ത് that was how we started. And 4 months കഴിഞ്ഞപ്പം we couldn't keep up with the traction because it was going up. Instagram DMs reply ഭയങ്കര പാടാവുന്നു. That's how I made a Shopify website for Manetain, and that's how the journey started. Nice, amazing. So ഇപ്പോൾ നമുക്ക് എത്ര പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട്?
So to be honest, ഇപ്പം SKU wise നമ്മൾ നോക്കുവാണെങ്കിൽ we have 100 hair accessories and we have 8 hair products. So 8 I would count, actually 4 ആണ്, ബാക്കി 4 is the travel sizes of the same. Yeah, that's the product strength. യെസ്. സോ നമ്മളുടെ ഈ ഒരു പ്രൈസിങ് പിന്നെ പാക്കേജിങ് ഡിസൈൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഇതിലോട്ട് നമ്മൾ എങ്ങനെയാണ് കൺക്ലൂഡ് ആയിരിക്കുന്നത്? സോ ഇതിലോട്ട് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്തെന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഹെയർ ആക്സസറീസ് എന്ന് പറഞ്ഞ സെഗ്മെന്റ്. അപ്പോൾ ലൈക്ക് ഹൗ ഹെയർ പ്രോഡക്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ കേർലി ഹെയർ, നമുക്ക് ഈ ഹെയർ ആക്സസറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാനിപ്പോൾ എൻ്റെ മുടി സെറ്റ് ചെയ്തു, ഇതെൻ്റെ Day 2 ഹെയർ ആണ്. അപ്പം നമ്മൾ ഈ കേർലി ഗേൾ റൊട്ടീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 3 days നമുക്ക് വേറെ ഒന്നും വാഷ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹീറ്റ് ടൂൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു കാലത്ത് എനിക്ക് ഒരു ചീപ്പ് ഉപയോഗിക്കുക, അതിൻ്റെ പോലും ആവശ്യം വരുന്നില്ല. ബിക്കോസ് ദർ ആർ പ്രോഡക്ട്സ് ലൈക്ക് സാറ്റിൻ പില്ലോ കേസ്, സാറ്റിൻ ബോണറ്റ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് തന്നെ. അപ്പോൾ ഒരു എൻറ്റയർ റൊട്ടീൻ തന്നെയുണ്ട്. സോ ദോസ് പ്രോഡക്ട്സ് വർ ഓൾസോ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു ടാർഗറ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു, ഞാനും യൂബയും കൂടെ കണ്ടുപിടിച്ചു. പിന്നെ ദർ വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് കോൾഡ് എസ് എ ഹീറ്റ് ക്യാപ്പ്. അപ്പോൾ ഇത് ശരിക്കും ഫ്ലാക്സ് സീഡ്സ് കൊണ്ടാണ്, നമ്മൾ ഫ്ലാക്സ് സീഡ്സ് ആൻഡ് ടെറി കോട്ടൺ വെച്ചാണ് ഈ ക്യാപ്പ് ഉണ്ടാക്കുന്നത്. ഹീറ്റ് ക്യാപ്പ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഹീറ്റ് ക്യാപ്പ് ശരിക്കും പറഞ്ഞാൽ മൈക്രോവേവബിൾ ആണ്. 3 minutes അവനിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു 30 minutes ഹീറ്റ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഷാംപൂ ചെയ്തതിന് ശേഷം ദർ സംതിങ് കോൾഡ് ഡീപ്പ് കണ്ടീഷണർ. കണ്ടീഷണർ ഇടാത്ത ദിവസം നമുക്ക് ഡീപ്പ് കണ്ടീഷണർ മാസ്ക്, ഹെയർ മാസ്ക് നമ്മൾ യൂസ് ചെയ്യും. അതിനുശേഷം ഒരു ഷവർ ക്യാപ്പ് ഇട്ടതിന് ശേഷം ഈ ഹീറ്റ് ക്യാപ്പ് നമ്മുടെ തലയിൽ വെക്കാം. അപ്പോൾ ഈ ഹീറ്റ് ക്യാപ്പ് വെച്ചതിന് ശേഷം ദ ഇമ്പോർട്ടൻസ് ഇസ് ആ ചൂട് കൊണ്ട് ദ പ്രോഡക്റ്റ് വുഡ് വർക്ക് ബെറ്റർ വിത്ത് യുവർ ഹെയർ, ലൈക്ക് ഇറ്റ് വിൽ പെനട്രേറ്റ് ബെറ്റർ ഇൻ ടു യുവർ ഹെയർ. സോ ദാറ്റ് ഇസ് എ കോൺസെപ്റ്റ്. ഇത് ബേസിക്കലി നമ്മൾ സാലോണിൽ പോയിട്ട് ഹെയർ സ്പാ ചെയ്യുന്നതിന് തുല്യം. അവരൊരു സ്റ്റീമറിന്റെ അടിയിൽ നമ്മൾ ഇരുത്താറില്ലേ, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഹീറ്റ് ക്യാപ്പ് കൊണ്ട് ഉണ്ടാകുന്നത്. സോ ദിസ് മെയ്ഡ് എ ട്രെമെൻഡസ് ഇമ്പാക്ട് ഇൻ മൈ ജേർണി. ലൈക്ക് ഞാൻ ട്രാൻസിഷൻ ചെയ്യുന്നത് ലിറ്ററലി ഹാഫ് കേർലി ഹാഫ് സ്ട്രേറ്റ്, ഒരു വളരെ ഡാമേജ്ഡ് ആയ കണ്ടീഷനിലാണ് എൻ്റെ ഹെയർ ഫുൾ കേർലിയിലേക്ക് ഞാൻ ട്രാൻസിഷൻ ചെയ്യുന്നത്. സോ ഹീറ്റ് ക്യാപ്പ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ ഞാൻ യൂബയുടെ പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഹീറ്റ് ക്യാപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ്. ആൻഡ് ഹെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു ഫോർമുലേഷൻ ഇൻഡസ്ട്രി എന്നല്ല ഞങ്ങൾ രണ്ടുപേരും വരുന്നു. I come from a purely commerce background, family business background, and Yuba comes from a purely dentistry background. But she also knew, like we both had an understanding of these are the kind of ingredients we want to avoid, because we were following the curly girl method. അപ്പോഴത്തേക്ക് ഒരു 1.5 years ആയിട്ട് തന്നെ ഞങ്ങൾ ഫുള്ളി കേർലി ഹെയർ റൂട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ആൻഡ് വി വർ യൂസിങ് സോ മെനി ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ഇറ്റ് യൂസ് ടു ബി മച്ച് ബെറ്റർ ദാൻ ദ വൺസ് വി ഗെറ്റ് ഫ്രം ദ US, ബിക്കോസ് ദ US പ്രോഡക്ട്സ് വർ a benchmark. They were amazing for the price, for the quality and for the performance of the product. അപ്പോൾ ആ സെയിം ഇത് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു. But we didn't have capital also. We started with a bare minimum capital of 30,000 from each of our side. But that was enough for hair accessories. So what we did is, hair accessories in marketum ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ ബിൽഡ് ചെയ്തു. We were the first ones to come out of the community. ഇതൊരു കേർലി ഹെയർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് ബ്രാൻഡ് ആയിരുന്നു ഞങ്ങൾ. ഹെയർ ആക്സസറീസ് ഞങ്ങൾ ആദ്യം ബിൽഡ് ചെയ്തു. അതുവഴി നല്ല ക്യാപിറ്റൽ ഞങ്ങൾ ബിൽഡ് ചെയ്തു. In the meantime, we were looking at formulators who we could work with. ഭയങ്കര ക്ലോസ് ആയിട്ട് നല്ല സമയം എടുത്തു. ഇൻഫാക്ട് ആ ഫസ്റ്റ് 2 പ്രോഡക്ട്സ് തന്നെ ഫോർമുലേറ്റ് ചെയ്ത് വരാൻ ഈസിലി ഒരു 2.5 years പോയി. ബിക്കോസ് ഞങ്ങൾക്ക് ആര് സാമ്പിൾ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ബിക്കോസ് ഞങ്ങളുടെ ബെഞ്ച് മാർക്ക് ഇസ് ടു ഹൈ. ബട്ട് വി ഡിഡ്ന്റ് ലെറ്റ് ഗോ ഓഫ് ദാറ്റ്. വി കെപ്റ്റ് വർക്കിംഗ് ടുവേർഡ്സ് ഫൈൻഡിങ് സംബഡി. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ന്യൂബയുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു എക്സ്റ്റൻഷൻ വഴി ഞങ്ങൾക്കൊരു ഫോർമുലേറ്ററിനെ കിട്ടി. പുള്ളിക്കാരിക്ക് ഞങ്ങളുടെ എക്സാക്ട് നീഡ്സ് മനസ്സിലാക്കാൻ പറ്റി, എക്സാക്ട് ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റി. ഇൻഫാക്ട് ദ ഫസ്റ്റ് സാമ്പിൾ ഷീ മെയ്ഡ് ഇറ്റ് സെൽഫ് വാസ് വെരി ഗുഡ്. ലൈക്ക് കുറച്ച് ട്വീക്ക് ചെയ്താൽ മതിയായിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ വി ബിൽഡ് അപ്പ് ദ ഹെയർ പ്രോഡക്ട്സ്. സോ ഒരു 1.5 to 2 years we were purely a hair care accessories brand. അതിനുശേഷമാണ് ഞങ്ങൾ ഹെയർ പ്രോഡക്ട്സിലേക്ക് പോകുന്നത്. പിന്നെ ആദ്യത്തെ ലോഗോയും യുനോ ലൈക്ക് ആ കീപ് മെയിൻറ്റെയിനിങ് എന്നുള്ള ലൈനും ഒക്കെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ, ഷീ ഈസ് എ ഗ്രാഫിക് ഡിസൈനർ. സോ പുള്ളിക്കാരിയുടെ ഒരു ഹെൽപ്പ് വഴിയാണ് ഞാൻ ചെയ്തത്. ഷീ ഗേവ് us a very nice logo to begin with. Name was something we really liked. Maintain, because main for hair. And maintaining your mane, that is the meaning. ഞങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ പേജും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, ബിക്കോസ് അതൊരു ഫൗണ്ടർ ലെഡ് ബ്രാൻഡായിരുന്നു. ബിക്കോസ് ഞങ്ങൾ വഴിയായിരുന്നു ബ്രാൻഡിന് തന്നെ ഒരു അവയർനെസ് വന്നത്. ആൻഡ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുമായിരുന്നു, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററായി.
പിന്നെ യൂബ ഒരു കോണ്ടന്റ് ക്രിയേറ്ററായി. സോ ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ്. ഒരു 1 year കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി വി ഓൾസോ വോണ്ട് ടു ബ്രിങ് സം കൈൻഡ് ഓഫ് തീം ടു ദ ബ്രാൻഡ്. അങ്ങനെ ഞങ്ങൾ സ്ലോലി വി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഏജൻസീസ്, ചെറിയ ഏജൻസീസ് ഫ്രം ചെന്നൈ. അവരൊരു ഡയറക്ഷൻ കൊണ്ടുവന്നു. പക്ഷെ എന്നാലും ഒക്കെ ഒരു ബ്രാൻഡ് ലാംഗ്വേജ് ഇല്ലാത്തത് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും തോന്നുമായിരുന്നു. ബിക്കോസ് ചിലപ്പോൾ അവർ കൊണ്ടുവരുന്ന ആ ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ ഡിസൈൻ റിജക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ സ്റ്റാൻഡേർഡ് ഇൻ മൈ മൈൻഡ്. സോ അങ്ങനെയാണ് വി ഡിഡ് എ റീബ്രാൻഡിങ് പ്രോജക്റ്റ് വിത്ത് എ കമ്പനി നെയിം ടേർട്ടിൽ സ്റ്റോറി ഇൻ ബോംബെ. ആൻഡ് അവരാണ് ഇപ്പോഴത്തെ ലോഗോയും പാക്കേജിങ്ങും എല്ലാം ചെയ്തത്. സോ ദിസ് വി ലോഞ്ച്ഡ് ഇൻ 2022. ഞങ്ങളൊരു റീബ്രാൻഡഡ് ലുക്കായിട്ട് ഞങ്ങളൊരു 2 more ഹെയർ പ്രോഡക്ട്സും കൂടെ ലോഞ്ച് ചെയ്തപ്പം വി ഡിഡ് എ റീബ്രാൻഡിങ് ക്യാമ്പയിൻ ആൻഡ് വി കെയിം ഔട്ട് വിത്ത് ദ ന്യൂ കളേഴ്സ് എവറിത്തിങ്. അതിന് മുമ്പ് ഞങ്ങൾ തന്നെ ഒപ്പിച്ചൊക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കേളി ഹെയറിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പം ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരിക്കും? സോ മെയിൻലി നമുക്ക് വി ഡോണ്ട് യൂസ് എനി സൾഫേറ്റ്സ് അറ്റ് ഓൾ. വി ഡോണ്ട് കോൾ മെയിൻറ്റെയിൻ ആസ് എൻ ഓർഗാനിക് ബ്രാൻഡ്. It's not organic. We use naturally derived ingredients. So that is a very important point. Like I don't claim myself to be 100% chemical free brand because even water is a chemical according to me. So that's very important. And mainly നമുക്ക് സിലിക്കോൺസ് യൂസ് ചെയ്യാൻ പാടില്ല, സൾഫേറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല, വാക്സസ്, ആൽക്കഹോൾസ് ഇതൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് ആസ് യു കെൻ സീ curly hair is generally very dry. അപ്പോൾ നമ്മൾ ഈ ഹെയർ പ്രോഡക്ട്സ് കൊണ്ട് യൂസ് ചെയ്യുന്ന വി ഹാവ് ടു സോഫ്റ്റൻ ദ ഹെയർ ഔട്ട്. കണ്ടീഷണർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല സ്ലിപ്പുള്ള കണ്ടീഷണർ ആയിരിക്കണം. ബിക്കോസ് സ്ലിപ്പ് അധികം ഇല്ലെങ്കിൽ ഹെയർ ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇറ്റ്സ് വെരി ഡെലിക്കറ്റ്. ഹെയർ അത്രയും ഡെലിക്കറ്റ് ആയിട്ടാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം ഒരു നല്ല 2 സ്റ്റൈലേഴ്സ് ഉപയോഗിക്കുക. ഒരു ലീവ് ഇൻ കണ്ടീഷണർ, ദാറ്റ്സ് ലൈക്ക് എ ലീവ് ഓൺ തിങ്, ഒരു ക്രീം പോലെ ഇരിക്കും. പിന്നെ അതിനുശേഷം വി ഫോളോ ഇറ്റ് അപ്പ് വിത്ത് ജെൽ. സോ ഇറ്റ് കുഡ് ബി എ ഫ്ലാക്സീഡ് ജെൽ. There are different kinds of gel, but mainly I prefer using flaxseed gel, and that's what we're trying to create for Manetain also. And yeah, so these are the kind of ingredients mainly that we need to. Pinna satin aanu matte hair accessories nu നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാനായിട്ട് വി യൂസ് മൈക്രോഫൈബർ. ദാറ്റ് ഈസ് ഓൾസോ വെരി ജെന്റിൽ ഓൺ ടെക്സ്ചേർഡ് ഹെയർ. സോ ഈവൻ ദോ ദ പ്രോഡക്ട്സ് ആർ മെയിൻലി പൊസിഷൻഡ് ഫോർ curly wavy hair, we have customers from the straight head community as well. Because these are good ingredients not just for curly hair but even for straight head people. Okay. So അത് പറഞ്ഞപ്പോൾ ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പം പ്രോഡക്ട്സിന്റെ നെയിം കുറച്ച് ലൈക്ക് ഓസോ സോഫ്റ്റ് മോയ്സ്ചറൈസർ, ഷാംപൂ, ഓസോ സ്ട്രോങ് കണ്ടീഷണർ, ആ നെയിംസിലോട്ട് എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ അവിടെ ഒരു വേർഡ് പ്ലേ ആണ് ഉദ്ദേശിച്ചത്. സോ വാട്ട് വി ട്രൈ ഡൂയിങ് വാസ്, ഇപ്പം in the case of Oso Strong, like that's our Oso Strong conditioner. Now conditioner is a repairing and strengthening conditioner. അപ്പോൾ ആ ഒരു അതിൻ്റെ ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ആ സ്ട്രോങ് എന്നുള്ള പേര് നമ്മൾ കൊടുത്തത്. ബിക്കോസ് ഇറ്റ്സ് ദ സ്ട്രോങ്ഗസ്റ്റ്. ഇറ്റ് ഇസ് ഫോർ ബേസിക്കലി എൻഹാൻസിങ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ ഹെയർ. പിന്നെ അതേപോലെ കോ വാഷ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, ഇറ്റ്സ് ആക്ച്വലി ഇന്ത്യസ് ഫസ്റ്റ് കോ വാഷ്. സോ ഇറ്റ്സ് ആക്ച്വലി എ നോൺ ഫോമിങ്, തീരെ പതയില്ല, ബട്ട് അതൊരു ക്രീം ബേസ്ഡ് ക്ലെൻസർ ആണ്. സോ എസ്പെഷ്യലി എൻ്റെ ഹെയർ കണ്ടില്ല, ഇറ്റ്സ് വെരി ടെക്സ്ചേർഡ്. അപ്പോൾ എൻ്റെ ഹെയർ എവറി ഡേ ഷാംപൂ ചെയ്താൽ പോലും അത് ഡ്രൈയിങ് ആവാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മിഡ് വീക്ക് ക്ലെൻസർ വരുന്നത്. ആൻഡ് ഞങ്ങളുടെ ഈ കോ വാഷിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇസ് പെപ്പർമിന്റ്, ആൻഡ് പെപ്പർമിന്റ് ഇസ് വെരി കൂളിംഗ്. സോ ദാറ്റ് ഇസ് ഹൗ ഓസോ കൂൾ. I mean, Yuban's idea ആയിരുന്നു. We worked with the team also. Our rebranding ചെയ്ത ടീമാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും പേരിനും ഒക്കെ ഹെൽപ്പ് ചെയ്തത്. So this is something we are following for our upcoming products as well. ആ ഒരു പ്രോപ്പർട്ടി വെച്ച് ഞങ്ങൾ അലൈൻ ചെയ്തിട്ട് ഒരു നെയിം കൊണ്ടു. Again, I think you guys are much active with influencer marketing, I guess. Yeah. I mean, influencers and the curly hair community has been the biggest support system. In fact, ഞങ്ങൾ ഷാർക്ക് ടാങ്കിൽ പോയപ്പോൾ തന്നെ we were so happy that so many people from the community, like the entire community. There are so many brands also. ഇപ്പോൾ ഒത്തിരി curly hair brands ഉണ്ട്. It's a very competitive market right now. But each of those founders, they put out a story reposting our journey because it is a representation of this entire community. ഇത്രയും നാള് എവിടെയും representation കിട്ടാത്തൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ curly wavy community. So it's very popular in the US. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴാണ് അതിനൊരു സ്പാർക്ക് കിട്ടിയത്. We have more celebrities embracing their natural hair. അന്ന് ഞാൻ IEDC event പോയപ്പം I met പൂർണിമ ഇന്ദ്രജിത്ത്. She is also a customer. റിമ കല്ലിങ്കൽ. അപ്പം ഇവരെ curly hair embrace ചെയ്യുമ്പം they are automatically making the new generation feel comfortable in their own hair.
And I have a lot of mothers also approaching me. Oh, എൻ്റെ കുട്ടികൾക്കും curly hair ആണ്, എങ്ങനെയാണ് take care ചെയ്യേണ്ടത്? So we're also coming up with a hair care line for children because we feel like this kind of mentality that curly hair is also beautiful. It should be our beginning stage തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കണം. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ accept ചെയ്യാം. I mean, Shark Tank ഞാൻ അതാ പറഞ്ഞത്. Shark Tank എങ്ങനെയായിരുന്നു ജേർണി? ലൈക്ക് ഇത് നേരത്തെ തൊട്ടേ ട്രൈ ചെയ്യുന്നതാണോ അതോ? No, not at all. My God. എനിക്കാണെങ്കിൽ സോ 2021 എൻ്റെ ലൈഫ് ആക്ച്വലി ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നത് ബിക്കോസ് എൻ്റെ മൂത്ത ബ്രദർ he passed away to COVID. So അതിനുശേഷം it was a very difficult time to be honest for my family. അപ്പോഴാണ് എൻ്റെ ഫാമിലി ബിസിനസ്സിലും ഞാൻ കുറേ ഹെൽപ്പ് ചെയ്യാനൊക്കെ എൻ്റെ അതർ ബ്രദർ 2 ബ്രദേഴ്സാണുള്ളത്. മൂത്ത ബ്രദറാണ് കോവിഡിൽ മരണപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഇളയ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാർക്ക് ടാങ്ക് ഇന്ത്യ സീസൺ 1 ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നത്. ആൻഡ് അത് ഹിന്ദിയിലാണ്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ കാണാറൊന്നുമില്ല. യൂബ ഭയങ്കര വലിയ ഫാനായി. ഷീ ലവ്ഡ് ഇറ്റ്. ആൻഡ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, അതിന് യെസ് പറഞ്ഞേ പറ്റുള്ളൂ, നമുക്ക് ഷാർക്ക് ടാങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ എന്താ? I mean, initially, to be honest, I was not up for it. I was coming out of a very difficult ആ ഒരു ഡെത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുമ്പം ഇതൊരു വലിയൊരു ട്രാൻസിഷൻ, അതായത് ടി വി പോവുക, ഇനി എങ്ങനെയാ, എനിക്ക് ഇതിനെപ്പറ്റി അറിയുപോലുമില്ല. ഐ മീൻ, ഐ നോ ഷാർക്ക് ടാങ്ക് ഇസ് എ വെരി ഫേമസ് ഷോ, ബട്ട് ഐ ഹാവൻ ഈവൻ വാച്ച്ഡ് എ സിംഗിൾ എപ്പിസോഡ് ഓഫ് ദ ഇന്ത്യൻ വൺ. സോ ഷീ വാസ് ലൈക്ക്, യു വാച്ച് ഇറ്റ്, യു നെവർ നോ, ഇറ്റ്സ് സച്ച് എ ബിഗ് പ്ലാറ്റ്ഫോം നമ്മുടെ ഈ കേളി ഹെയർ ജേർണീനെ പറ്റി പറയാൻ. ആൻഡ് പ്ലസ് ഞങ്ങളുടെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ബിക്കോസ് പുള്ളിക്കാരി ബോംബെയിലും ഞാൻ കേരളത്തിലും അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായതും ആ ഒരു കണക്ഷൻ ഞങ്ങൾ മീറ്റ് ചെയ്ത് ഇറ്റ്സ് ഓൾവേസ് എ ന്യൂ സ്റ്റോറി ഫോർ എവറി വൺ. സോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വെറുതെ അപ്ലൈ ചെയ്യാം പുള്ളിക്കാരിയുടെ ഒരു താല്പര്യത്തിന് വേണ്ടി. പിന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് വെറുതെ ഫോംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് റൗണ്ടിനകത്ത് അവരൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് we basically have to tell them what is the company about and what is the problem we are solving and what is our ask. നമുക്ക് എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. ആൻഡ് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഐഡിയ വെച്ചിട്ടല്ല പോയത്. ഇൻഫാക്ട് ഞങ്ങളൊരു ടി വിയിൽ വരാനുള്ള ഒരു അട്രാക്ഷൻ, ഒരു PR, ബിക്കോസ് അത്ര വലിയ PR ആണ് ടി വിയിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പാൻ ഇന്ത്യ റീച്ചിന് വേണ്ടിയാണ് മെയിൻലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ വീഡിയോ സബ്മിറ്റ് ചെയ്തപ്പോൾ പിന്നെയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ട് അവർ തിരിച്ചു വന്നു അടുത്ത റൗണ്ടിലേക്ക്, വിച്ച് വാസ് ഇൻ ബാംഗ്ലൂർ, where we had to go in person. And മീഡിയ ആൾക്കാർ, സോണി മീഡിയയുടെ ആൾക്കാർ വിൽ ആക്ട് ലൈക്ക് ഷാർക്സ് ആൻഡ് അഗൈൻ ഡു ദ സെയിം തിങ്. എന്താണ് നമ്മുടെ ബിസിനസ്, പിന്നെ ഒരു പ്രോപ്പർ ക്യാമറയുടെ മുമ്പിൽ. പിന്നെ അതിനുശേഷം ഒരു 2 months കഴിഞ്ഞിട്ടാണ് അവർ ഫൈനലി ബോംബെയിലേക്ക് വരണം. യഷ്രാജ് ഫിലിം സ്റ്റുഡിയോയിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. സോ ദെൻ ഒബ്വിയസ്ലി വി വർ വെരി എക്സൈറ്റഡ് ടു ഗോ പ്രസൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഷാർക്സ് ആൻഡ് ഇറ്റ് വാസ് എ വെരി ഓവർവെൽമിങ് ആൻഡ് എൻറിച്ചിങ് എക്സ്പീരിയൻസ്. എൻറിച്ചിങ് എന്ന് ഞാൻ പറയുള്ളൂ ബിക്കോസ് അതുവരെ ഫെബിൻ ഞങ്ങൾ വി വർ വെരി ലക്കി ഫൗണ്ടേഴ്സ്. അതായത് കുറേ കാര്യങ്ങൾ ആദ്യത്തെ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ പാടുപെട്ടില്ല. ഫോർമുലേഷൻ്റെ ഭാഗത്ത് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം. ബട്ട് ഇൻ അവർ കേസ് വി ഹാഡ് എ ഹ്യൂജ് കമ്മ്യൂണിറ്റി വെയിറ്റിംഗ് ഫോർ ദിസ് പ്രോഡക്റ്റ്. So that was a big, gain in our case. ആ ഒരു curly hair community. അപ്പോൾ ആ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്തതും. ഇൻഫാക്ട് അതിനകത്ത് ഞങ്ങൾ അത്ര ക്ലോസ് റിലേഷൻഷിപ്സ് ഫോം ചെയ്തു. അപ്പം അവരകത്ത് ഒരു 15 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഹീറ്റ് ക്യാപ്പൊക്കെ ഞങ്ങൾ അയച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ ഒരു ഗൂഗിൾ ഫോം വഴി അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. അതേപോലെ തന്നെ ഹെയർ പ്രോഡക്ട്സിനും വി മേഡ് സാമ്പിൾസ്. ആ സാമ്പിൾസ് എല്ലാം ഈ 15 ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. ആൻഡ് ദേ ഗേവ് us a very good approval. അതിനുശേഷമാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. സോ ദ കമ്മ്യൂണിറ്റി has always been such a big backbone. So that's how we started also. അപ്പം ഷാർക്ക് ടാങ്കിൽ വരെ എന്താ പറയുക, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മെയിൻറ്റെയിൻ ഗ്രോ ചെയ്യുന്നു. ആരെയും നോക്കാതെ, ഒരു കമ്പറ്റീറ്റേഴ്സിനെ നോക്കാതെ. ഐ മീൻ വി ഫെൽ ലൈക്ക് വി വർ ഡൂയിങ് ആ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം. ബട്ട് ഷാർക്ക് ടാങ്ക് വാസ് എ പ്ലെത്തോറ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അത്രയ്ക്ക് ഞങ്ങളെ അങ്ങ് തുറപ്പിച്ചു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൽ എത്രയോ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സോ വി റിയലി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. ലൈക്ക് ഇന്ന് കാണുന്ന ഹിൻഷറ അല്ല അന്ന് ഷാർക്ക് ടാങ്കിന് മുമ്പുള്ള ഹിൻഷറ. ലൈക്ക് ഷീ വാസ് ഒബ്വിയസ്ലി ഡൂയിങ് സംതിങ് വെരി പാഷനറ്റ്, ബട്ട് നൗ ഷീ ഈസ് മോർ പാഷനറ്റ് ആൻഡ് ഡ്രിവൻ ഇൻ എ വെരി നദർ വേ. അതേപോലെ തന്നെയാണ് യൂബ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ഇതിനൊരു വലിയ വാലിഡേഷൻ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. സോ that's how we will find it. അതെ ഡെഫിനറ്റ്ലി
പിന്നെ ഞാൻ എപ്പിസോഡ് കണ്ടായിരുന്നു, അതിനകത്ത് ടൈം പാസിന് വേണ്ടിയാന്ന് I was expecting that. I mean, so ഈ ഷാർക്ക് ടാങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ I wouldn't say it is 100% real. There is a scripting element to it. And നമ്മൾ ആദ്യം പ്രസന്റ് ചെയ്യുന്ന ആ പിച്ചും കാര്യങ്ങളും ഒക്കെ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. സോ നമ്മുടെ സ്റ്റോറി മീഡിയയിൽ ആൾക്കാർ കണ്ടിട്ട്, ബിക്കോസ് ടി വിയിൽ വരണമെങ്കിൽ അവർക്ക് TRP ആണ് വേണ്ടത്. TRP എലമെന്റ് ആണ് അവർ നോക്കുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എ റെഗുലർ പിച്ച് ടു എൻ ഇൻവെസ്റ്റർ. സോ ദേ ആക്ച്വലി ടീച്ച് യു ഹൗ ടു ടെൽ. ആൻഡ് ഹിന്ദിയിലായിരുന്നു എല്ലാം പറയേണ്ടത്. ആൻഡ് ഈ ഹിന്ദി പറയുന്നത് എനിക്കൊരു I am comfortable in Hindi, but not നമ്മുടെ ലിറ്ററേച്ചർ ഹിന്ദി. നമ്മൾ ടി വിയിൽ പോയി സംസാരിക്കുമ്പോൾ ഒരു സാഹിത്യ ഹിന്ദിയാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അപ്പം അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവർ പിച്ച് നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ ആ പിച്ച് തന്നെയാണ് ഞാൻ അവിടെ പോയി ഡെലിവർ ചെയ്തത്. അപ്പോൾ ഈ പിച്ചിന് ശേഷം Q&A ആണ് ശരിക്കും പറഞ്ഞാൽ റാൻഡം ക്വസ്റ്റ്യൻസും അവരെ എന്നൊക്കെ വരുന്നത്. സോ വാട്ട് ഐ നോട്ടിസ്ഡ് ഇസ്, ഇതിൻ്റെ ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക് ആവാം, I could see that Amit Jain was getting a cue to be a little mean towards us. Because ആ TRP element അവിടെ വേണം. എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആ എപ്പിസോഡ് ടി വി വരുന്നത് റെയറാണ്. അതിനകത്ത് ആ മസാല വേണം അവർക്ക്. അപ്പം ഇറ്റ് ലുക്ക് ലൈക്ക് ബാക്കിയുള്ളവരിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്. സോ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു, ഒന്നെങ്കിൽ അമൻ ഗുപ്ത അല്ലെങ്കിൽ വിനീത സിംഗ്, അവരായിരിക്കും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലും ഞങ്ങൾക്കും ഗുണം ഉണ്ടാവുള്ളൂ, അവർക്കും ഗുണം ഉണ്ടാവുള്ളൂ. സോ അമിത് ജയന്റെ കേസിൽ വി വർ ലിറ്റിൽ ലൈക്ക് whatever, like എന്തായാലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. ബട്ട് ഐ ന്യൂ ഹി വാസ് ബീങ് അൺറീസണബിളി മീൻ. വെറുതെ മീനാവുന്നു. അതായത് ആൾക്കൊരു ക്യൂ എലമെന്റ് കിട്ടുന്നതിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ കണ്ടു. അതായത് നൗ യു ക്യാൻ ആക്ട് മീൻ എന്നുള്ള രീതിയിൽ. സോ ഹി വാസ് ജസ്റ്റ് പിക്കിംഗ് ഓൺ എവറിഥിങ്. ബട്ട് താങ്ക്ഫുള്ളി വി ഹാഡ് നമിത ആൻഡ് അമൻ ഗുപ്ത, ഐ തിങ്ക് ഹു ബാക്ക്ഡ് us up very well. എല്ലാ പോയിന്റിനും അമൻ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു, which is what I want to tell him when I go meet him in person. My fear when Aman is here. Yeah, like he opened the whole thing with that, and he could really see that fire and passion. See, especially Febin, നമ്മുടെ ലാംഗ്വേജിൽ അല്ലാത്തപ്പം, അതായത് ഇപ്പം എൻ്റെ പാഷൻ, എൻ്റെ ബ്രാൻഡിനെ പറ്റി സംസാരിക്കുമ്പോൾ വരാൻ പോകുന്നത് ഇറ്റ്സ് നാച്ചുറലി ഗോയിങ് ടു ബി ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കം ഇൻ ഹിന്ദി. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആൻഡ് ഒത്തിരി ക്യാമറേസ് ഉണ്ട്, പിന്നെ ഒത്തിരി ആ സെറ്റിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നു. സോ യു ആർ ഇൻറ്റിമിഡേറ്റഡ്. അതൊരു ശരിക്കും ഒരു ടാങ്കാണത്. ആൻഡ് നമ്മൾ തുമ്മിയാൽ പോലും അവർക്ക് കേൾക്കാം. എല്ലാം റെക്കോർഡഡ് ആണ്. So to be honest, see, branding is very subjective. ലൈക്ക് നമ്മുടെ ഒരു ബ്രാൻഡിന്റെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലയോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നിയാൽ മതി. ആൻഡ് വി ഫീൽ ലൈക്ക് ഫ്രം വാട്ട് മെയിൻറ്റെയിൻ യൂസ് ടു ലുക്ക് ആൻഡ് വാട്ട് ഇറ്റ് ഇസ് നൗ, ഇറ്റ് ഹസ് കം എ വെരി വെരി ലോങ് വേ. ആൻഡ് ഇൻഫാക്ട് ചേഞ്ചസ് ആർ വെൽക്കം, വിച്ച് ഇസ് വൈ വി ആർ കമ്മിങ് ഫോർ മെന്ററിങ്ങും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മൾ സീക്ക് ചെയ്ത് പോകുന്നത് അതിന് വേണ്ടിയാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് കോളിംഗ് ഇറ്റ് എ ടൈം പാസ് വാസ് സംതിങ് ഫെയർ. ഇറ്റ് വാസ് വെരി ഹേർട്ട്ഫുൾ ടു ബി ഓണസ്റ്റ്, ബിക്കോസ് you don't know the difficulty of doing two things at a time. Because I know there are cases, obviously നമ്മൾ fully invested ആയിരിക്കണം. And till date I am fully invested in Manetain, but unfortunately എൻ്റെ personal life ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് I had to step up, and which is also very natural. Sometimes you have to do two things for some time till you reach that stage. Okay, ഇനി എനിക്ക് Manetain like വേണ്ടി ഞാൻ ബോംബെ പോവാം. And I'm at that stage right now. Hopefully in 2 months I will be in Bombay fully on Manetain, like exactly as he said. But that doesn't mean ഞാൻ ആലുവയിലായിരുന്നു വർക്ക് ചെയ്യുന്നതുകൊണ്ട് Maintainനകത്ത് 50% ആണ്. അതൊരു പെർസെപ്ഷൻ ആണ്, which I think he should probably change. So നമ്മളുടെ ജോബ് റോൾ ഇപ്പം യൂബയുടെ ആണെങ്കിലും ഹിൻഷയുടെ ആണെങ്കിലും ഇതിനൊക്കെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? സോ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻലി ബിക്കോസ് പുള്ളിക്കാരി ബോംബെയിലായതുകൊണ്ട് ഷീ ഈസ് ദ വൺ ഹു ലുക്സ് ഇൻ ടു ദ വെയർ ഹൗസ് പാർട്ട്. അപ്പോൾ വെയർ ഹൗസ് നമ്മുടെ ഓപ്പറേഷൻ പാർട്ട്, നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വെയർ ഹൗസും ഉള്ളത്. ഹെയർ പ്രോഡക്ട്സ്, ഹെയർ പ്രോഡക്ട്സ് ആർ കറന്റ്ലി ബീങ് മാനുഫാക്ചർഡ് ഇൻ കണ്ണൂർ. അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ആ സെയിം സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഡെസ്പാച്ചും പിക്കപ്പും ഒക്കെ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ മോണിറ്ററിങ് യൂബയുടെ അടിയിലാണ് വരിക. പിന്നെ ആ മേജർ റൂൾ കംസ് ഇൻ ഫോർമുലേഷൻ. സോ ബിക്കോസ് as I told you ആ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്, ഷീ ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് യു ക്യാൻ ഫൈൻഡ്. നമ്മൾ എങ്ങനെ സാമ്പിൾ പാസ്സാക്കാൻ നോക്കിയാലും പുള്ളിക്കാരി സാറ്റിസ്ഫൈഡ് ആവില്ല. അത്രയും ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്തിട്ടാണ്, അത്രയും പാഷൻ ഡ്രിവൺ ആണ് ആ ഫൈനൽ പ്രോഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. അപ്പം പിന്നെ എൻ്റെ റോള് മെയിനായിട്ട് വരുന്നത് ലൈക്ക് ഫൈനാൻസ്, പിന്നെ മാർക്കറ്റിംഗ്. ഇപ്പം ഓൾ ദ ഓൺലൈൻ ആസ്പെക്ട്സ് ഓഫ് ദ മാർക്കറ്റിംഗ് ഞാനാണ് നോക്കുന്നത്. ബട്ട് എവറി ഡിസിഷൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എടുക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് വീവ് നോട്ടീസ്, ലൈക്ക് ഞങ്ങളിപ്പോൾ പാർട്ട്നേഴ്സായിട്ട് 4 കൊല്ലമായി. ആൻഡ് അതിനകത്ത് ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് ഞങ്ങൾ നോക്കുന്നത് ഒരു സിസ്റ്റർഹുഡാണ് മോർ ദൻ എ ബിസിനസ്. ഐ മീൻ ബിസിനസ് സെക്കൻഡറി ആണ്, ബട്ട് ഇറ്റ്സ് ആർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ദറ്റ് കണക്ഷൻ ടു curly hair, that empowerment is what we really look forward to. And we
ഓൾവേസ് ട്രൈ ആൻഡ് പ്ലേ വിത്ത് ആ സ്ട്രെങ്ത്. അതായത് എൻ്റെ സ്ട്രെങ്ത് ഫൈനാൻസിലും ആ ഒരു പ്രൊഫഷണൽ ഇത് കൊണ്ടുവരിക. ബിക്കോസ് ഐ ഹവ് കം ഫ്രം ദാറ്റ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഡെലോയിറ്റ് ഫാമിലി ബിസിനസ്. പിന്നെ കുറേ കാര്യങ്ങൾ അലൈൻ ചെയ്യുക. ഐ എം മോർ ഓഫ് എ പീപ്പിൾ പേഴ്സൺ. ഷീസ് ഒരു ഇൻട്രോവേർട്ട് ആണ്. ബട്ട് ഐ എം ഓൾസോ പുഷിങ് ആ. ഇനിയിപ്പോൾ ഷാർക്ക് ടാങ്ക് ഒക്കെ വന്നില്ല, ഇനി പുറത്തേക്ക് പോയി ആ ജേണിയൊക്കെ കൂടുതൽ സംസാരിക്കുക, പുള്ളിക്കാരിക്ക് ആ ഫോർമുലേഷൻ ബിറ്റ്, സയൻസ് ബിറ്റ്. സോ അങ്ങനെ പ്ലേ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് വെരി നൈസ്. ഐ തിങ്ക് വി ആർ ഡെവലപ്പിംഗ് ദ കമ്പനി ഓൺ ബോത്ത് ഫ്രണ്ട്സ്, ഓൺ അവർ ഓൺ ബട്ട് ടുഗെദർ. So I hope that clears. Ingredients നമ്മൾ എവിടെയാണ് സോഴ്സ് ചെയ്യുന്നത്? Ingredients mostly ഒരു 95% of the ingredients come from abroad, especially for hair products. Because അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽ ആയാലും the naturally derived chemicals we get from abroad. Eco certified തന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. Hair accessories കേത്തിൽ we source it from Bombay itself. Like because we go to the Bombay is the biggest market for cloth and everything. So we have a vendor who continuously supplies to us. But hair products, the main ingredients come from abroad. Certain അതിനകത്ത് ഉപയോഗിക്കുന്ന essential oil അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാറുള്ളത്. And it's being put together at the manufacturer side. നമ്മുടെ പ്രോഡക്റ്റ് മെന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന everybody can use it. It's just that ആ പാക്കേജിങ്ങിന്റെ കളറും എല്ലാം കാണുമ്പോഴത്തേക്ക് ആണെന്ന് വിചാരിക്കും ഓക്കെ ഇത് നിങ്ങൾക്കുള്ളതല്ല. But I have so many guy friends and customers who love using Manetain products. In fact, like ഞാനൊരു ഇന്നാളൊരു ഫ്രണ്ടിന്റെ വാഷ്റൂമിൽ പോയപ്പോൾ when I was in Bangalore, I went into the washroom and I could only see Manetain. And അവിടെ കപ്പിളാണ് ഉപയോഗിക്കുന്നത്. And അവിടെ ഗൈ ആണ് curly hair. പെൺകുട്ടിക്ക് പോലും അല്ല curly hair. So എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ സെയിം സംഭവം തന്നെ if you could repackage into some like black color, blue color, men definitely associate with that. So that's what something I want to do. Maybe our fragrance കൂടെ കുറച്ച് മാറ്റുക. So we don't have any artificial fragrances in our product. It's all the same derived ingredients in the മണം തന്നെ. അപ്പം the conditioner main thing is that lavender oil. അപ്പോൾ ആ lavender oil സ്മെല്ലാണ്. And we didn't want to keep a pungent smell because some people can get a headache and അങ്ങനത്തെ കാര്യങ്ങൾ. So അങ്ങനെ ചെയ്യാനും ഒരു പ്ലാൻ ഉണ്ട്. But I actively have men grooming is becoming such a big thing. And അവിടെയും curly hair men is again ഒരു ചെറിയ സ്പേസ്. അപ്പോൾ ആ സ്പേസിന് ഇപ്പം തന്നെ നമ്മൾ ടാപ്പ് ഓൺ ചെയ്താൽ it would be very good for the brand as well. ഇപ്പം എൻ്റെ ഹെയർ ഒക്കെ നേരെയാക്കാൻ പറ്റുമായിരിക്കും? എന്തായാലും you should use Manetain. Definitely. I mean, it's a simple process. നിങ്ങളുടെ മെൻ്റെ കേസിലാണെങ്കിൽ ഷോർട്ടർ ഹെയറും കൂടിയാണ്. അപ്പോൾ ഒരു നല്ല ഷാംപൂവും ഒരു നല്ല കണ്ടീഷണർ and our same conditioner can be used as a styling cream. So it is a one of a kind product and it's actually the first in India where it's a 3-in-1 product. So it can be used as a conditioner, as a deep conditioner as well as a curl cream. So I have a lot of salon enquiries from Bangalore. ഇപ്പോൾ ബാംഗ്ലൂരിൽ ചില സാലോൺസിൽ അവർ എൻ്റെ പ്രോഡക്ട്സ് വെച്ചാണ് curly hair clientsന്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അതേപോലെ in Bombay also. And in Chennai also we have 2 salons that we are tying up with. So this is a very ഒരു ഹ്യൂജ് സ്പേസ് ആണ് ഈ ഓഫ്ലൈൻ സെഗ്മെന്റ് തന്നെ. ബിക്കോസ് ഒരു പ്രൊഫഷണൽ ഹെയർ കെയർ ബ്രാൻഡ് ഇന്നില്ല കേർലി ഹെയറിന് വേണ്ടി. അപ്പം ഞങ്ങളുടെ പ്രോഡക്ട്സ് ഓൾറെഡി ആ പ്രൊഫഷണൽ ഹെയർ കെയർ സാലോൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. we just need to find a good distributor who can actually sell our products to these salons. ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സാലോൺസിൽ പോയി ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത്. ബട്ട് ഇറ്റ്സ് എ മച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്. ആൻഡ് ഈ സാലോൺസിലൊക്കെ യൂഷ്വലി എൻട്രി ഒരു ഡിസ്ട്രിബ്യൂട്ടർ കണക്ട് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ജനറൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ്. നമ്മളങ്ങനെ പോയി അവരുടെ അടുത്തൊന്ന് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് അവർ പറയും സാമ്പിൾസ് ഒക്കെ ട്രൈ ചെയ്യാം, അത് ചെയ്യാം. പക്ഷെ അതിനകത്തൊരു കോൺസ്റ്റന്റ് ഫോളോ അപ്പ് അല്ലെങ്കിൽ നമ്മൾ പിന്നീടും അവർ പോയി അപ്രോച്ച് ചെയ്യാം. കുറച്ചൊരു പ്രോബ്ലംസ് ഉണ്ട് അവിടെ. ബട്ട് ഐ ഫീൽ ഓഫ്ലൈൻ ഈസ് ഓൾസോ അനദർ സെഗ്മെന്റ് ദാറ്റ് വി ഡെഫിനറ്റ്ലി വോണ്ട് ടു ലുക്ക് ഇൻ ടു. നല്ലൊരു ഓപ്പണിംഗ് ഉള്ളൊരു സ്ഥലമാണ്. Major sales വരുന്ന ഓൺലൈനിൽ തന്നെ. Major sales. 60% of our sales come from our own website and 30% come from marketplaces and a growing 10% from these offline avenues. Offline at the salon ആണ് mainly. ഓക്കെ. ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒരു സെക്ഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെ സർവീസസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത്? സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെഫിനറ്റ്ലി പെർഫോമൻസ് മാർക്കറ്റിംഗ്. നമുക്ക് ആഡ്സ് എന്തായാലും റൺ ചെയ്യണം. പിന്നെ വി ഡു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വി യൂസ് ടു ഡു എ ലോട്ട് ഓഫ് പെയ്ഡ് കൊളാബ്സ്. പ്യോർലി പെയ്ഡ് ആയിരുന്നു ഒരു സമയത്ത്. ബട്ട് ഐ ഫെൽ ലൈക്ക് അതിനകത്തെ ആ ഒരു because I'm actively part of the community also. ഞാനൊരു കസ്റ്റമറും ആണ് അവിടെ ആൻഡ് എ ബ്രാൻഡ് ആണ്. അപ്പോൾ എനിക്ക് ആ കസ്റ്റമേഴ്സിന്റെ റിയൽ എനർജി എപ്പോഴും ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ കൂടുതൽ പെയ്ഡ് കാണുമ്പം അവർക്കൊരു വെറുപ്പ് അല്ലെങ്കിൽ അവർക്ക് തോന്നും ഓ ഇത് സത്യമാണോ എന്നൊരു സംശയം. ആൻഡ് പ്ലസ്
I started working with a lot of micro influencers. It helps the brand and helps them also. അപ്പം അവർക്കും നല്ലൊരു എന്താ പറയുക കൂടുതൽ അവരെ ഞങ്ങളുടെ ബ്രാൻഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ഓൾസോ ഗെറ്റ് ഇപ്പം എൻ്റെ ഫോളോവേഴ്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും അവരെ കാണും അപ്പോൾ അവർക്ക് അത്രയും വ്യൂവർഷിപ്പും കാര്യങ്ങളും കിട്ടും. സോ ഇറ്റ് കൈൻഡ് ഓഫ് ബിക്കെയിം ലൈക്ക് എ വിൻ വിൻ തിങ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കൈൻഡ് ഓഫ് വർക്കിംഗ് വെൽ ഫോർ ദ ബ്രാൻഡ്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും മോഹം കാണിക്കുന്നതും ബ്രാൻഡിന് ഭയങ്കര നല്ലതാണ്. ലൈക്ക് അതും ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ബിക്കോസ് ഒരു സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറിൻ്റെ ഡെത്തിന് ശേഷം ഐ ബിക്കെയിം വെരി അവേഴ്സ് ടു ഷൂട്ടിംഗ് കോണ്ടന്റ് ഓർ ഷോയിങ് മൈ ഫേസ് ആൻഡ് ദാറ്റ് ഹാഡ് എൻ ഇമ്പാക്ട് ഓൺ ദ ബ്രാൻഡ് ഇസ് വെൽ ബിക്കോസ് ഇറ്റ്സ് എ വെരി founder driven brand because we are the story of the brand. And people come to us, definitely products is a bigger reason, but it's because ഞങ്ങളുടെയും കൂടെ brand ആയതുകൊണ്ട് and we represent the community, so that's a big added factor. So we do PR collaborations also. You asked other reach as well. ഞങ്ങൾ PR collabs ചെയ്യാറുണ്ട്. And in fact ഞങ്ങൾ കോവിഡിന് മുമ്പ് we had done like ഇങ്ങനെ like meetups. It's called a curly hair meetup where like 100 curly hair women will come together and you give them like goodie bags. We collaborate with other competitor brands and it's like ഒരു curly hair movement പോലെ ചെയ്യുന്ന ഒരു സംഭവം. So the meetup was done in Bangalore by my very close two friends. അവരാണ് ചെയ്തത്. പിന്നെ ബോംബെയിൽ യൂബ തന്നെയാണ് ഒരു ഇവന്റ് ചെയ്തത്. So we will have a session. ഒരു കേർലി ഹെയർ സ്റ്റൈലിസ്റ്റിനെ കൊണ്ടുവരും. അപ്പോൾ അവരെങ്ങനെയാണ് നമ്മളൊരു സലോണിൽ പോയാൽ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് എന്ത് കട്ടാണ് വേണ്ടത്, എങ്ങനെ അവർ കട്ട് ചെയ്യണം, അതിൻ്റെയൊക്കെ നോളജ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൻഡ് പിന്നെ യൂബ തന്നെ ഇപ്പോൾ ഒരു പ്രോപ്പർലി ട്രെയിൻഡ് കേർലി ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. ഷീ ഹാസ് ഡൺ ദ കോഴ്സ് ഫ്രം ദുബായ്. ഷീ ഈസ് എ സർട്ടിഫൈഡ് കേർലി ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് കട്ട് ചെയ്യുന്ന like main stylist ആണ്. So she also used to do this on the side, but because now Manetain has taken up more of our space and energy, she's planning to train stylists in India. That is the next plan that we have. Yeah. That's great. ബിസിനസ്സിലോട്ട് വരാൻ പോവാന്ന് പറഞ്ഞപ്പം വീട്ടിൽ എന്താണ് പറഞ്ഞത്, സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി ഇനിഷ്യലി അവർക്കിതൊരു എന്തോ ഒരു രസത്തിന് അവൾ ചെയ്യുന്നു അങ്ങനത്തെ ഒരു റിയാക്ഷൻ ആയിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഇൻഫാക്ട് എൻ്റെ ഫസ്റ്റ് 30,000 ക്യാപിറ്റൽ ആണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവർ തന്നത്. പിന്നെ അവർക്കിതൊരു എത്ര വരെ മുന്നോട്ട് പോകും അങ്ങനെയൊന്നും അറിയില്ല. ബിക്കോസ് ഞാൻ വരുന്നത് ഒരു പ്യോർലി മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ ഒരു മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ ഒരു ഓൺലൈൻ ബിസിനസ്സിലേക്ക് പോകുമ്പം ആർക്കും അതിനെപ്പറ്റി അറിയില്ല. ഇത് എൻ്റെ ഒരു നോളജ് വെച്ചിട്ടാണ് ഞാനിത് മൊത്തം ബിൽഡ് ചെയ്തെടുത്തത്. ഞാനും യൂബയും ഒരുമിച്ച് കൂടെ. അപ്പോൾ പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഷീ ഈസ് എ മദർ ഓഫ് 3 kids ആൻഡ് വി ഹാവ് എൻ ഏജ് ഗ്യാപ്പ് ഓഫ് ലൈക്ക് 13 years between us. And that is also, I would say, ഒരു വലിയ ഫാക്ടറാണ് ഇതിനകത്ത്, which is a good factor. Because I bring in all that millennial Gen Z energy and she will bring in that maturity, you know, like to put these things together. And because of my life incidents, even I am also mature to a certain extent. അപ്പോൾ അതും രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ you kind of bring out the best of both world. അപ്പോൾ വീട്ടിൽ നിന്ന് ഡെഫിനറ്റ്ലി അവർക്കിങ്ങനെ അവളിങ്ങനെ ചെയ്യുന്നു താല്പര്യത്തോടെ, ആ ഒരു രീതിയിൽ എന്തായാലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഷാർക്ക് ടാങ്കിലൊക്കെ വന്നപ്പോഴത്തേക്കും അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദേ വെരി പ്രൗഡ് ഓഫ് വാട്ട് ഐ ഹാവ് അച്ചീവ്ഡ്, you know, with helping them also at the family business. And നല്ലൊരു വാലിഡേഷൻ കിട്ടി. പക്ഷെ എന്നാലും ഇങ്ങനെ ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ചെറിയ വിഷമം ഒക്കെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ദേ വിൽ കം അലോങ്. അമ്മ ഓഫർ ചെയ്ത എമൗണ്ട് കിട്ടിയായിരുന്നോ? അമ്മ ഓഫർ ചെയ്ത എമൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. വി ആർ അണ്ടർ ഡ്യൂ ഡിലിജൻസ്. അപ്പൊ അമ്മനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ മൺഡേ 3rd April. അതിന്റെ മെയിൻ അജണ്ട എന്താ? അതിന്റെ മെയിൻ അജണ്ട ഇസ് ബേസിക്കലി ടു ഗെറ്റ് one-on-one time with him. ബിക്കോസ് പുള്ളിയുടെ ഒരു മെന്ററിങ് ആണ് നമുക്ക് അതാണല്ലോ ഈ ഷാർക്ക് ടാങ്കിലെ വേറൊരു വലിയ അട്രാക്ഷൻ. ബിക്കോസ് അമൻ ഹാസ് ബിൽഡ് സച്ച് എ ബിഗ് ബിസിനസ് ആൻഡ് സച്ച് എ പോപ്പുലർ ബിസിനസ് ഇൻ എ ഗുഡ് സ്പാൻ ഓഫ് ടൈം. അപ്പോൾ ആ ഒരു മെന്ററിങ് നമുക്കും കൂടെ വേണം. ആൻഡ് D2Cന്റെ കിങ് എന്നാണ് പുള്ളീനെ വിളിക്കുന്നത്. അപ്പോൾ D2Cയുടെ കിങ് എന്ന് ഒരു 2 words of advice, എങ്ങനെയാണ് ഞങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ ആയാലും ഞങ്ങളുടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം. ആൻഡ് വി ഓൾസോ വാണ്ട് ടു ടെൽ ഹിം വാട്ട് ഓൾ ചേഞ്ചസ് ദാറ്റ് വി ഹാവ് ബ്രോട്ട് അബൌട്ട് ഇൻ ദീസ് ലാസ്റ്റ് couple of months പോസ്റ്റ് ഷാർക്ക് ടാങ്ക്. സോ ഷാർക്ക് ടാങ്ക് ശരിക്കും ഷൂട്ട് ചെയ്തത് സെപ്റ്റംബർ എൻഡിലാണ്. അപ്പോൾ അതിനുശേഷം വി ഹാവ് ടു സൈൻ എൻ NDA സെയിങ് ദാറ്റ് ഇത് എയർ ചെയ്യുന്നവരെ നിങ്ങൾക്ക് ആരുടെ ഇതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് എ ഫുൾ സീക്രട്ട് തിങ്. അപ്പോൾ Feb 3 ശേഷമാണ് ഇത് ഫുൾ ഒരു മീഡിയ സംഭവമായത്. ബട്ട് ഇൻ ദ ബാക്ക് എൻഡ് വാട്ട് എവർ ഫീഡ്ബാക്ക് വി ഗോട്ട് ഫ്രം ഷാർക്ക് ടാങ്ക് ആൻഡ് അവിടെ ഒത്തിരി കണ്ടസ്റ്റൻസിന് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ രീതി ഓഫ് വർക്കിംഗ്. സോ അതാ ഞാൻ പറഞ്ഞൊരു പ്രത്യേക ഓപ്പർച്യൂണിറ്റീസാണ് ശരിക്കും ഇത് തന്നത് നമുക്ക്. അപ്പം ആ ചേഞ്ചസ് എല്ലാം ഞങ്ങൾക്ക് ഇൻ പേഴ്സൺ പുള്ളീനെ കണ്ട് പറയണം.
യാ ആൻഡ് പുള്ളി പറഞ്ഞൊരു വേറൊരു വലിയ ആസ്പെക്റ്റ് ആണ്, ഞങ്ങൾക്ക് മാർക്കറ്റിംഗിൽ ഒരു നല്ല ഹെൽപ്പ് വേണം ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് ഇത്രയും നാൾ ഞങ്ങൾ വളർന്നത് ഞങ്ങളുടെ ഓൺ ആ കമ്മ്യൂണിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞാണ് വളർന്നത്. പക്ഷേ ഇനി നമുക്ക് ആ സ്കെയിലിംഗ് രീതിയിലേക്കൊക്കെ വരണം. ഫ്യൂച്ചർ പ്രോഡക്ട്സ് എന്ത് റേഞ്ചിൽ ഇറക്കണം, ആ ഒരു ഫീഡ്ബാക്കും ഹൗ ടു റിയലി മാർക്കറ്റ് യുവർ ബ്രാൻഡ്, ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു നോ ഫ്രം അമൻ ഗുപ്ത. ഇപ്പൊ നമ്മള് ബിസിനസ് പെർസ്പെക്റ്റീവ് അല്ലാതെ ഇപ്പൊ ബിസിനസ് ഒരു ലൈനിൽ കൂടെ പോകുന്നുണ്ട്, പേഴ്സണൽ ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? സോ പേഴ്സണൽ ലൈഫ് ഇതുവരെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഐ മീൻ അത് എനിക്ക് ബാക്ക് ഫയർ ആവാൻ അറിയത്തില്ല. സോ ബിഫോർ ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഫണ്ടിങ് അതിനെയൊക്കെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു MBA പഠിക്കാൻ പോകണമെന്നൊരു ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നേരത്തെ കല്യാണം കഴിപ്പിക്കും. അപ്പം അതിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. സോ വെൻ ഐ വാസ് സ്റ്റഡിങ് ഫോർ GMAT ഓൾസോ ഐ വാസ് വർക്കിംഗ് ഓൺ മെയിൻറ്റെയിൻ ഓൺ ദ സൈഡ്. പക്ഷേ മൈ ഹോൾ ഐഡിയ വാസ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പീരിയൻസും കൂടെ ഗാർണർ ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻറ്റെയിൻ അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് നത്തിങ് ഗോസ് ആസ് പെർ പ്ലാൻഡ് ആൻഡ് ഐ തിങ്ക് ദർ ഇസ് എ ബ്യൂട്ടി ടു ഇറ്റ് ആൻഡ് ഐ ഫീൽ ദർ ഇസ് എ റീസൺ ഫോർ ഓൾ ഓഫ് ദീസ് തിങ്സ് ഹാപ്പനിങ്. സോ ആ ഡെത്ത് നടന്നതിന് ശേഷം I realized that Manetain is not a small thing to me anymore. Because അതിനകത്തുള്ള ആ ഗ്രീഫും സങ്കടങ്ങളും എല്ലാം ഞാൻ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്തത് മെയിൻറ്റെയിനിൽ വർക്ക് ചെയ്തതാണ്. ആൻഡ് ഐ കുഡ് റിയലൈസ് ദ ഇമ്പാക്ട് ദാറ്റ് ഇറ്റ് ഹാഡ് ഓൺ മൈ ലൈഫ്, യു നോ, ബിക്കോസ് ഇറ്റ് വാസ് carving out a story on its own. And Shark Tank കൂടെ നടന്നപ്പോഴത്തേക്കും in the midst of all this misery and worry, Manetain turned out to be the real positive light. And it also gave me enough validation and confidence. Okay, ഇനി ഇതെനിക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസും എനിക്ക് കിട്ടിയത്. ചിലപ്പം ഞാനതിനെ ഒരു എന്താ പറയുക, അത് സൈഡിലുണ്ടെന്നൊരു അട്രാക്ഷൻ്റെ ആ ഒരു അഹങ്കാരം കൊണ്ടും വന്നൊരു പ്ലാനും ആയിരിക്കാം. വേർ ഐ ട്രൂലി റിയലൈസ് അതിൻ്റെ വർത്ത് ഇപ്പം എനിക്കറിയാം. ദാറ്റ് ഈസ് സംതിങ് ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും ഞാനത് ബിൽഡ് ചെയ്തിട്ടും അതിപ്പോഴും എനിക്ക് ഒരു ലൈറ്റും ഒരു പേഴ്സണാലിറ്റിയും തരുന്നൊരു സംഭവമാണിത്. സോ ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ഓൺ മൈ ഓൺ. ഇഫ് യു റിയലി ആസ്ക് മീ curly hair ഒരു ഹരമായിരുന്നു ഒരു സമയത്ത്. പിന്നെ അതൊരു ഫാഷനായി കാണുന്നവരത്തൊക്കെ പോയിട്ട് ഇങ്ങനൊരു സംഭവം ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെയായി. പിന്നെ ഐ ലവ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. എനി ടൈം യു കോൾ മീ അപ്പ് like to come meet for a cup of coffee or like just meet new people. I think that gives me a lot of adrenaline rush. Just like getting to talk to each other, inspire each other, getting to know each other's story. That's something that really drives me. I love traveling, but unfortunately last 2 years എനിക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. But thanks to Manetain കുറേ ട്രാവൽ ചെയ്യാൻ പറ്റി. മെയിൻലി ഇൻ ഇന്ത്യ പല പല സിറ്റീസിൽ ഈ മെയിൻറ്റെയിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനൊക്കെ പോകുമ്പം ഐ ടേക്ക് എ ടൈം ഓഫ് ടു ജസ്റ്റ് സ്പെൻഡ് ടൈം അവിടുത്തെ ഫ്രണ്ട്സായിട്ട്. പിന്നെ ഊട്ടിയിലും ക്രൈസ്റ്റിലും ഒക്കെ പഠിച്ചതുകൊണ്ട് ഏത് സിറ്റി പോയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ബട്ട് അല്ലെങ്കിൽ ഒരു ഹോംലി പേഴ്സൺ തന്നെയാണ്. എനിക്ക് 2 ലൈക്ക് നീസും നെവ്യൂവും 3 നീസും 1 നെവ്യൂ ആണുള്ളത്. 2 ബ്രദേഴ്സിൻ്റെ പിള്ളേർ. അപ്പോൾ അവരായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുക അതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു വെരി ക്ലോസ് ഒരു ഗേൾ ഗ്യാങ് ഉണ്ട്. അപ്പം അവരും ആലുവയിൽ തന്നെയായിരുന്നു കോവിഡ് വരെ. പിന്നെ കോവിഡിന് ശേഷമാണ് അവരൊക്കെ ഓരോരോ ജോലിയായിട്ട് പല സിറ്റിയിലേക്കൊക്കെ പോയത്. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും മെയിൻറ്റെയിൻ യൂസ് ചെയ്തില്ലെങ്കിൽ അടി കിട്ടും അവർക്ക്. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതുവരെയുള്ള ജേണിക്കകത്ത് ഏറ്റവും ഒരു മിസ്റ്റേക്ക് മേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? സോ എന്തായാലും ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഒരു ടേണിംഗ് പോയിന്റ് മിസ്റ്റേക്ക് ഏതായിരിക്കും? ടേണിംഗ് പോയിന്റ് മിസ്റ്റേക്ക് ഡെഫിനറ്റ്ലി എനിക്കൊരു ടേണിംഗ് പോയിന്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളൊരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ആൻഡ് ദേ വർ ഏജൻസി ബേസ്ഡ് ഔട്ട് ഓഫ് ചെന്നൈ. ഒരു ബൊട്ടീക്ക് ഏജൻസിയാണ് അവർ. സോ ദേ വർ വെരി ഹാൻഡ്സ് ഓൺ വിത്ത് ദ ഹോൾ തിങ്. അതായത് അവരാണൊരു ബ്രാൻഡിങ്ങും ക്യാരക്ടറിസ്റ്റിക്കും ഒക്കെ ആദ്യമായിട്ട് മെയിൻറ്റെയിൻ പ്രൊഫഷണലി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ശേഷം ഫെബിൻ ഒരു 1.5 years ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങേ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പെയ്ഡ് മാർക്കറ്റിങ്ങേ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് തന്നെയാണ് വളർന്നത്. Purely because of ഞങ്ങളുടെ ആ community base ചെയ്തിട്ട്. Thanks to that influencer really. So she really took an effort to make that good. അപ്പം അതിന് ശേഷമാണ് ലൈക്ക് വി ഗോട്ട് ടു നോ ഓക്കെ കോമ്പറ്റീഷൻ ഉണ്ട്, സ്പോൺസേർഡ് ആഡ്സ് ഒക്കെ വന്നു തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ ആ കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ
സ്പോൺസർഡ് മാർക്കറ്റിംഗ്, പെയ്ഡ് മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒരു ഭയങ്കര സംഭവമായല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബോംബെ ഏജൻസിയിൽ ഞാനൊരു കമ്പറ്റീറ്ററിൻ്റെ ഒരു വേറൊരു സ്കിൻ കെയർ കമ്പനി ചെയ്യുന്ന കണ്ടിട്ട് ഐ റീച്ച്ഡ് ഔട്ട് ടു ദം ആൻഡ് ദേ ആർ എ ബിഗ് ഏജൻസി ഇൻ ബോംബെ. ബിഗ് ഏജൻസി ലൈക്ക് ദേ വർക്ക് ഫോർ സ്പോട്ടിഫൈ, സ്വിഗ്ഗി, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഏജൻസി. ബട്ട് ദേ ഹാഡ് ഓപ്പണിംഗ് ഫോർ ഈ കുഞ്ഞ് സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സ്മോളർ കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യാൻ. സോ അങ്ങനെ ഞാൻ അവരായിട്ട് ടൈപ്പ് ചെയ്തു. ബട്ട് വാട്ട് റിയലി ഹാപ്പൻ ദർ വാസ്, I think I kind of gave up my power to them and I told them, okay, you all are the experts, ഇനി നിങ്ങൾ നടത്തിക്കോ. പക്ഷെ അതൊരു ഭയങ്കര വലിയ മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പം അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു. നമ്മുടെ ബ്രാൻഡ് ശരിക്കും ബിൽഡ് ചെയ്ത ഞാനും യൂബേനെയും കണ്ടിട്ടാണ് അവിടെ ഒരു ബിൽഡപ്പ് ശരിക്കും വന്നത്. ഞങ്ങൾ പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഞങ്ങൾ പ്രോഡക്ട്സിനെ പറ്റി സംസാരിക്കുന്നു, അതിലൊരു ഭയങ്കര തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവരെടുത്തതിന് ശേഷം എല്ലാം ഭയങ്കര ടു പ്രൊഫഷണൽ ആയിപ്പോയി. അപ്പം എൻ്റെ 2-3 കസ്റ്റമേഴ്സ് എന്നെ മെസ്സേജ് ചെയ്ത്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങളിങ്ങനെ ഭയങ്കര നിങ്ങളെ കാണുന്നില്ല, കൂടുതലും ഈ പുതിയ ആൾക്കാരെയും പുതിയ ഗ്രാഫിക്കും, ഇറ്റ് വാസ് നോട്ട് റിയലി സിങ്കിങ് വിത്ത് വാട്ട് ദ ബ്രാൻഡ് കെയിം അബൌട്ട് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആ ഒരു കണക്ഷൻ പോയി. അപ്പം ആ സമയത്താണ് എൻ്റെ ബ്രദറിൻ്റെ ഡെത്തും സംഭവിച്ചത്. അപ്പോൾ കൂടുതൽ എനിക്കും അതിലങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഐ വാസ് ലൈക്ക്, ഇവർ പ്രൊഫഷണൽസ് ആണല്ലോ, ഇവർക്കെല്ലാം അറിയുന്നവരാണല്ലോ, ഇവർ നടത്തിക്കോട്ടെ എന്നുള്ള ഒരു അസംഷനിൽ ഞാനും ആയിപ്പോയി, എൻ്റെ പാർട്ട്ണറും ആയിപ്പോയി. ബട്ട് anyway, 6 months, 1 year down the line, we realized this is definitely not working for us. Actually, ഞങ്ങൾക്ക് 6 months മോലെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ബട്ട് വി വർ ലൈക്ക്, ഇനി പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കണമാനുള്ള സമയമില്ല, അത് ഇത് യു ജസ്റ്റ് ഗെറ്റ് ടു കംഫർട്ടബിൾ. അതാണ് ഞാൻ പറഞ്ഞത്. സി ആസ് ഓൺടർപ്രന്യൂർസ് യു ഹാവ് ടു ബി വെരി ഫാസ്റ്റ്. ഇഫ് സംതിങ് ഡസൻറ്റ് വർക്ക് ഫോർ യു, പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം. പക്ഷെ അതും എനിക്ക് അറിയില്ലായിരുന്നു. ഐ വാസ് ജസ്റ്റ് ലൈക്ക്, ഇല്ല നമുക്ക് ഇവരടി വർക്ക് ചെയ്യാം, ചിലപ്പോൾ ഇവർ വേറെ എന്തെങ്കിലും ടേബിളിൽ കൊണ്ടുവരും. പക്ഷേ അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. That costed us also because we started spending a lot of money. അവർ റീറ്റെയിലർ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ആൻഡ് ബാക്ക് ഇൻ ദാറ്റ് ടൈം വി ഹാഡ് സോ മച്ച് മണി. വി വർ ലൈക്ക്, ഇത് കുഴപ്പമില്ല, ഇവരല്ലേ ചെയ്യുന്നത്, ഇവരുടെ ആ ഫുൾ കോൺഫിഡൻസിൽ അങ്ങ് ഏൽപ്പിച്ച് നമ്മൾ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഷുഡ് ഹവ് റിയലി പുട്ട് എ സ്റ്റോപ്പ് ടു ഇറ്റ് ആൻഡ് ബിൻ ലൈക്ക്, കുഴപ്പമില്ല, നമുക്ക് വേറെ ആൾക്കാരെ ഹയർ ചെയ്യാം അല്ലെങ്കിൽ വേറെ ആൾക്കാരെ സ്വിച്ച് ചെയ്യാം. വി ടുക്ക് സം ടൈം ഓൺ ഇറ്റ്, യു നോ. സോ മൈ അഡ്വൈസ് വുഡ് ബി definitely as a founder, like how you know the brand, nobody will know the brand. Definitely take help. ഇപ്പോൾ ഫൈനാൻസ് കാര്യത്തിനകത്ത് ഒരു CA ചെയ്യുന്ന പണി എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല. I will want that reports to come in a particular format because I don't have that time to do that. I have more things to work on, maybe new products to work on. So that is their task. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി നമ്മൾ കൊടുക്കണം. But at the same time, keep that control. That control is very, very, very important. Because you should have an alignment of everything that's happening. നമ്മൾ വേറൊരാൾക്ക് വെറുതെ ഒരു പദവി കൊടുത്തു കഴിഞ്ഞാൽ that can be very detrimental to the brand. But thankfully അത്രയും detrimental ആയില്ല. We could save it, salvage it before that, and we got back into our senses, and I was also very much back on track. So അതിനുശേഷം it has been fine. Okay. So അവര് മെയിൻലി എന്തൊക്കെ സർവീസസ് ആയിരുന്നു ചെയ്തത്? They did like digital marketing നാത്ത് വരുന്ന performance marketing, graphic. Okay. Yeah. Full. Definitely with them initial few months it was very good. അവരാണ് കുറേ ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ. അറ്റ്ലീസ്റ്റ് പ്രൊഫഷണലി ഇപ്പം എനിക്കൊരു ഇൻഹൗസ് ടീം ഡെവലപ്പ് ചെയ്യുമ്പം ആരൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റിയത് അവർ കാരണം. So I wouldn't say all bad about it, but I'm just saying in the long run it didn't really work for us. So we had to just stop it. അത്രേ ഉള്ളൂ. Got it. So now we're working with boutique agencies again, and I feel like they give us more of a hands-on approach. But funding ഒക്കെ വന്നതിന് ശേഷം hopefully എൻ്റെ സ്വന്തം ഒരു ടീം, ഫ്രണ്ട് എൻഡ് ടീമും കൂടി ഡെവലപ്പ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് ഔട്ട്സോഴ്സിങ്ങും കുറച്ച് ഇൻഹൗസിങ്ങും. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി ദാറ്റ് ഐ വാണ്ട് ടു ഫോളോ. ഇപ്പം കറന്റ്ലി നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ടീമാണ്. അതെ, അതിനകത്തൊരു 7 people ഉണ്ടാവും. ബട്ട് ദോസ് ആർ ഓൾ പാക്കേജിംഗ് കൺട്രോളർ, ഡെസ്പാച്ച് പേഴ്സൺ, കസ്റ്റമേഴ്സ് പേഴ്സൺ, പിന്നെ യൂബ മീ, പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരാൾ, പിന്നെ നമ്മുടെ ഫോമുലേറ്റർ, റിഫ ബൊട്ടാണിക്കൽ ഫോമുലേറ്റർ, സ്റ്റിച്ചിങ് ചെയ്യുന്ന സബ ക്രിയേഷൻ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പം ഇവർ രണ്ടുപേരുടെ ഒരു അസിസ്റ്റൻസും കൂടെ, പിന്നെ ഉള്ളതെല്ലാം ഏജൻസീസ് ആണ്. അപ്പം ഇവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം മൈക്രോ മാനേജ് വേണ്ട, ബട്ട് ഐ ആം ജസ്റ്റ് സേയിങ് ഒരു ഔട്ട്ലുക്ക് വേണം. ആൻഡ് യു ഷുഡ് അപ്രൂവ് എവറി ഐഡിയ. നമ്മുടെയും കൂടെ ബ്രെയിൻ വർക്ക് ആണ്. സോ വാട്ട് ഐ റിയലൈസ്ഡ് ഇസ്
സി ഏജൻസീസ് ആർ എക്സലൻറ്റ്, എസ്പെഷ്യലി നമ്മൾ ആ ബിഗിനിങ് സ്റ്റേജിനകത്ത് നമുക്ക് അത്രയും പൈസയില്ല ഇത്രയും പേരെ ഹയർ ചെയ്യാൻ. അപ്പോഴാണ് നമ്മളൊരു ഏജൻസീനെ ഹയർ ചെയ്യുന്നത്. ബട്ട് ഐ റിയലി തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ക്രാക്ക് ദ വൈബ് ഓഫ് ദി ഏജൻസി ഓൾസോ. ബിക്കോസ് ദ ഏജൻസി ഷുഡൻ ബി ലൈക്ക് ഇനി മൂലം നിങ്ങൾ മാറിയിരുന്നു ഞാനിത് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ നിങ്ങൾ, ഞങ്ങളുടെ ഐഡിയാസും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് യോൾ ആർ ദി എക്സ്പെർട്ടീസ്, യോൾ നീഡ് ടു കം ഔട്ട് വിത്ത് ക്രിയേറ്റീവ് ഡയറക്ഷൻ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അതും കൂടെ മാച്ച് ചെയ്ത് വേണം പോവാൻ. ഐ തിങ്ക് ദാറ്റ് ഇസ് വേർ ഇറ്റ് വെന്റ് റോങ്. സോ ഇപ്പം ഒരു സെറ്റ് ഓൺട്രപ്രണേഴ്സ് പറയുന്നുണ്ട് നമ്മൾ മീൻസ് സ്റ്റാഫിൻ്റെ അടുത്ത് വർക്ക് വന്നിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ആസ് എ ഫൗണ്ടർ അല്ലെങ്കിൽ കോ ഫൗണ്ടർ നമ്മൾ വർക്ക് ചെയ്യാതെ മീൻസ് മേളിൽ നിന്ന് ചിലരുണ്ട് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് അവരുടെ കൂടെ വർക്ക് ചെയ്യുവാണോ? See, definitely I would follow a mixed approach. Because there are cases where in the initial stages I would want to guide them because I will want to pass on that knowledge properly. But once that is done, I am a founder who would like to be them in their own space because that is when they perform their best. Because ഞാൻ തന്നെ അവർ ചുറ്റിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്കും അതൊരു ഹിൻഡ്രൻസ് ആയിരിക്കും. Because I want my employees also to grow in their aspect, take up Maintain as their own child. That is the kind of enthusiasm when I look. ഞാൻ ഹയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതിലല്ല എനിക്ക് കാരണം. എനിക്ക് ഏറ്റവും അമേസിംഗ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു പെർസിവറൻസ് വിത്ത് ദ ബ്രാൻഡ്. സോ somebody having curly hair always wins in our team because she will know the struggle and why we are building this company. അപ്പോൾ അത് എപ്പോഴും അവർക്ക് അറിയായിരിക്കും. അതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. ബട്ട് ഈവൻ അതർവൈസ് ഇറ്റ് ഇസ് അബൌട്ട് ബീങ് ഇൻ ദർ ഓൺ സ്പേസ്. അവർക്ക് അവരുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. ബട്ട് ആ ഒരു ഇനിഷ്യൽ ഹാൻഡ് ഹോൾഡിങ് എനിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റെ ബ്രാൻഡാണത്. അപ്പം ഞങ്ങളുടെ ബ്രാൻഡ് ആകുമ്പം ആ ഒരു സർട്ടൻ ഈത്തോസ് അവർ ഫോളോ ചെയ്യണം, എത്തിക്സ് അവർ ഫോളോ ചെയ്യണം, അത്രയേ ഉള്ളൂ. But other than that, not a very tough micromanaging founder. I don't like that. I want them to be free. Yeah. Good. So സത്യം പറ അവിടെയുള്ള എല്ലാവർക്കും കേളി ഹെയർ അല്ലേ? അല്ല, എല്ലാവർക്കും അല്ല, മിക്കവർക്കും കേളി. അപ്പം വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻഹൗസ് തന്നെ ഇപ്പം ചെയ്യുമല്ലേ? വീഡിയോസ് നമ്മളിപ്പം കുറേ വീഡിയോസ് നമ്മൾ ഇൻഹൗസ് ചെയ്യും, കുറേ വീഡിയോസ് നമ്മൾ ബാട്ട് കൊളാബ്സ് വെച്ച് ചെയ്യും, പെയ്ഡ് കൊളാബ്സും ചെയ്യും. And sometimes we do shoots also. നമ്മൾ പ്രോപ്പർ ഷൂട്ട് ചെയ്യാറുണ്ട് because we would also want enough content to go forward for the rest of the month. അപ്പം അങ്ങനെ നമ്മളപ്പോൾ ആ റീബ്രാൻഡിങ് ചെയ്തപ്പോൾ ഒരു നല്ല ഷൂട്ടും ചെയ്തായിരുന്നു. ലൈക്ക് ഒരു വീഡിയോ നമ്മൾ ഇറക്കി, ഒരു വീഡിയോ റീബ്രാൻഡഡ് വീഡിയോ ലുക്ക്. ആൻഡ് ഓൾസോ വി ടുക്ക് ലൈക്ക് ലോട്ട്സ് ഓഫ് പിക്ചേഴ്സ് ലൈക്ക് നമ്മുടെ പ്രോഡക്ട്സിനെ വെച്ചിട്ട്, മോഡൽസിനെ വെച്ചിട്ട്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി യൂട്ടിലൈസ് ഫോർ അവർ ക്രിയേറ്റീവ്സ് ആൻഡ് എവറിത്തിങ്. സോ പുതിയ ഏതെങ്കിലും പ്രോഡക്ട്സ് ലൈനിലുണ്ടോ? സോ പുതിയ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്രോഡക്ട്സ് ലൈനിലുണ്ട്, റെഡി ടു ബി ലോഞ്ച്ഡ്. പക്ഷെ വി ആർ അവൈറ്റിംഗ് ദ ഫണ്ടിങ് വന്നാലേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫെബ്രുവരി ഞങ്ങൾക്ക് മെയിനായിട്ട് ലോഞ്ച് ചെയ്യേണ്ട സ്റ്റൈലേഴ്സ് ആണ്. സോ ഇൻഫാക്ട് ഞാനിതിപ്പോൾ എൻ്റെ സ്റ്റൈലേഴ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ മുടിയിൽ എൻ്റെ സ്റ്റൈലേഴ്സ് ആണ്, ഒരു ലീവിംഗ് കണ്ടീഷണർ ആൻഡ് സ്റ്റൈലിംഗ് ജെൽ. അപ്പം അത് ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യണം. ബിക്കോസ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത് ക്ലെൻസർ സിസ്റ്റമാണ് റെഡി ആയിട്ടുള്ളത്. സോ വി ഹാവ് എ ട്രയോ ക്ലെൻസർ സിസ്റ്റം where we have 3 shampoos. And 3 shampoos have 3 purposes. We have a clarifying shampoo which we use once or twice a month, that is the Oso Clean. And then we have Oso Soft, which is your daily shampoo. And then we have Oso Cool, നമ്മുടെ co-wash. അപ്പോൾ ഇത് മൂന്നും ടെക്നിക്കലി എന്നെ പോലത്തെ ഒരാൾക്ക്, എൻ്റെ മുടിയുള്ള ഒരാൾക്ക് ഇത് മൂന്നും ഓൾട്ടർനേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഉള്ളതാണ് കണ്ടീഷണർ. സോ ദാറ്റ് കണ്ടീഷണർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റൈലിംഗ് ക്രീം. ഇപ്പോൾ അതാണ് ഞങ്ങളുടെ സ്റ്റൈലർ. But we actually want to launch our own styling range. Because ഇന്ത്യയിൽ എത്ര വന്നാലും, ഇന്ത്യ മാത്രമല്ല, ഈ കേളി ഹെയറിൻ്റെ ആ ഔട്ട്കം കുറച്ച് നാൾ നമ്മൾ ഒരു 3 ദിവസം അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് ക്യാൻ ഓൺലി ഹാപ്പൻ വിത്ത് ജെൽ. ജെല്ലാണ് അവിടുത്തെ പ്രൈമർ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അപ്പോൾ ആ സാധനം എത്രയും പെട്ടെന്ന് എനിക്ക് ലോഞ്ച് ചെയ്യാം. That is where we are. Funding കിട്ടിയാൽ തന്നെ we really want to launch it ASAP because എനിക്ക് അത്രയ്ക്ക് queries ഉണ്ട് from customers, from salons, from retail outlets. Everybody wants stylers. Because ഈ curly hair styling cream വെച്ചിട്ട് കുറച്ച് റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 1.5 2 days നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. And കേരളത്തിലൊക്കെ ഭയങ്കര ഹ്യൂമിഡാണ്. സോ ജെല്ലില്ലാതെ നമുക്ക് പറ്റില്ല. ഇപ്പം 75 lakhs ഫണ്ടിങ് വരുന്നത് അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം സ്പ്ലിറ്റ് ചെയ്യുന്ന ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ മെയിൻലി നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് വി വോണ്ട് ടു റീബിൽഡ് ആ വെബ്സൈറ്റ്. ഞങ്ങളുടെ വെബ്സൈറ്റ് അഗൈൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റാണ് ഷോപ്പിഫൈ, സ്വന്തമായിട്ട് യൂസ് ചെയ്ത്. പിന്നെ ഒരു ഏജൻസിയുടെ ഹെൽപ്പും കൂടെ കിട്ടിയാണ്
not an agency, like a friend who really helped us out. But we haven't really professionally built it with the right SEO language, product description, infographic images. ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം കസ്റ്റമറിന് വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പം ഞങ്ങളുടെ കേസിൽ എന്താ വെച്ചാൽ അത്രയും ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ദേ കം ടു അവർ DMs. സോ വി ആർ ലൂസിങ് ഔട്ട് ഓൺ എ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ്. എത്ര കസ്റ്റമേഴ്സ് DM വരെ എത്തും? കുറേ പേര് ആ ഇൻട്രസ്റ്റ് അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ പോവുമായിരിക്കും. അപ്പോൾ അതെനിക്ക് ബിൽഡ് ചെയ്യണം. സോ വി ആർ റീവർക്കിംഗ് ഓൺ എൻ എൻറ്റയർലി ന്യൂ e-commerce വെബ്സൈറ്റ്. ദെൻ വി വോണ്ട് ടു റീവാമ്പ് അവർ ഹെയർ ആക്സസറീസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഹെയർ ആക്സസറീസ് ശരിക്കും പറഞ്ഞാൽ ക്ലോത്തിങ് ഇൻഡസ്ട്രി പോലെയാണ്. എല്ലാ 6 months പുതിയ കളേഴ്സ് ഇറക്കുക, പുതിയ പ്രിന്റ്സ് ഇറക്കുക. സോ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരും. ദെൻ ഡെഫിനറ്റ്ലി വി വോണ്ട് ടു ഹയർ പീപ്പിൾ ബിക്കോസ് വി വോണ്ട് ടു ഹയർ എ ഗുഡ് ഫ്രണ്ട് എൻഡ് ടീം ടു ഡെവലപ്പ് ഓൺ ദ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ്. And then we are looking at launching more hair products, as I mentioned. Yeah, this is the main diversification. When a baki all fund, we want to maximum utilize for marketing. Okay. Because marketing is the main thing. Yes. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഐ തിങ്ക് ഷാർക്ക് ടാങ്കിൽ വന്നപ്പം പറഞ്ഞത് 22,000. Yeah. Yes. So now it's like 25,000. 25,000 ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ആ ഒരു സ്പൈക്ക് വന്നത് ഷാർക്ക് ടാങ്കിൽ വന്നു. ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്തായിരിക്കും? സോ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്ട്സ് അഗൈൻ ഹെയർ ആക്സസറീസിനകത്ത് വരുന്ന സാറ്റിൻ ബോണറ്റ്, സാറ്റിൻ പില്ലോ കേസ്, ഹീറ്റ് ക്യാപ്പ്, പിന്നെ ഞങ്ങൾക്കൊരു ഡീറ്റാംഗുലർ ബ്രഷ് ഉണ്ട്. ഹെയർ പ്രോഡക്ട്സിനകത്ത് all 4 products are best selling products. പക്ഷേ എടുത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ സ്ട്രോങ് കണ്ടീഷൻ. ഡീറ്റാംഗുലർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോമ്പാണത് വിച്ച് യു ക്യാൻ ഹെൽപ്പ് ടു ഡീറ്റാംഗിൾ യുവർ ഹെയർ. കണ്ടീഷനിങ്ങും സ്റ്റൈലിങ്ങിനും ഒക്കെ നമ്മളിപ്പം നമ്മുടെ ഹെയർ ക്രീം കണ്ടീഷണർ തന്നെ ഹെയർ ക്രീമായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹെയർ ക്രീമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലംസ് ഒക്കെ കിട്ടാനായിട്ട് ഞങ്ങളൊന്ന് ആ വെറ്റ് ഹെയർ ഒന്ന് കോംബ് ചെയ്യും. കുറെ കേളി ഹെയറിനെ പറ്റി നിങ്ങൾ പഠിച്ചു എനിക്ക് ഫ്രിസ് ഹെയർ ഒന്ന് മാറ്റി എന്തായാലും ഞാൻ ഇതിന് ശേഷം ഒരു പ്രോഡക്റ്റ് സാമ്പിൾ തരാം. ഓക്കെ. യെസ്. സോ നമ്മളുടെ പ്രൈസിങ്ങിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് പ്രീമിയം പ്രൈസിംഗ് ആണ്. പ്രൈസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആരാണ് ഡിസൈഡ് ചെയ്തത്? സോ പ്രൈസിങ്ങിനകത്തും ഇൻഫാക്ട് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും there was no competitor in India and our primary agenda was to make it cheaper than the international products. Because USA നിന്നായിരുന്നു എല്ലാവരും പ്രോഡക്ട്സ് വരുത്തിക്കുന്നത്. And I told you 3.5 4K അങ്ങനത്തെ റേഞ്ചിലൊക്കെ ആയിരുന്നു ഒരു പ്രോഡക്റ്റ് ഒക്കെ പോകുന്നത്. ആൻഡ് ഞങ്ങൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷനും ക്വാണ്ടിറ്റി മാത്രം വലുതായിരുന്നില്ല. So our cost was high. So we had to price it at this segment. And we also thought in our foreseeable future competitors വരില്ല, ഒരു റോങ് ജഡ്ജ്മെന്റ് ആയി പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൈസ് ചെയ്തു, നമ്മൾ ലോഞ്ച് ചെയ്തു. ഇറ്റ് വാസ് മൂവിങ് വെരി വെൽ. പക്ഷേ ആ ഒരു സ്പാൻ ഓഫ് 2 years കൊണ്ട് ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് വന്നു. ആൻഡ് ഓൾ ദോസ് കോമ്പറ്റീറ്റേഴ്സ് വെന്റ് ഇൻ ടു almost 3x lesser than my price. So that became a very big problem for me. And I realized കൂടുതലും നമ്മൾ സെയിലും ഡിസ്കൗണ്ടും ഒക്കെ വെക്കുമ്പോഴാണ് പ്രോഡക്ട്സ് കൂടുതലും മൂവ് ചെയ്യുന്നത്. And especially post Shark Tank it became a reality. And which is when we did all of our background checking and we are moving to a new manufacturer in Ahmedabad who has brought down the cost by less than half. So it is going to have a tremendous impact on the final price. And in fact our sale price also, the MRP, we are going to bring it down. But I will definitely not bring it down to a less than 500. That is not something I devote to because ende ingredients packaging what the brand stands for, it is premium. I want to maintain that, but we are definitely bringing out a budget range in the range of 400-500 where ee main ingredients inatha 10 active ingredients ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബഡ്ജറ്റ് റേഞ്ചിനകത്ത് ഒരു 5 active ingredients ആയിരിക്കും ഉപയോഗിക്കുക. So the primary agenda of the budget range, I'm not compromising on the quality, but I definitely want more people to start getting onto this curly hair journey. അപ്പോൾ ഈയിടെ ഞാൻ സംറ ഓഡിറ്റോറിയത്തിൽ IEDCയുടെ MECയുടെ ഇവൻറ്റിന് പോയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒത്തിരി കോളേജ് സ്റ്റുഡൻസ് ഉണ്ട് ഹൂസ് ജസ്റ്റ് റെഡി ടു ജംപ് ഓൺ ടു ദിസ് കേർലി ഹെയർ ജേർണി. ബട്ട് ബഡ്ജറ്റ് ഒരു പ്രോബ്ലം ആണ്. സോ അവരെ ഫോക്കസ് ചെയ്താണ് ഞാൻ ഈ ബഡ്ജറ്റ് റേഞ്ച് കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ഇപ്പം മെയിൻറ്റെയിൻ സ്റ്റോറി കേട്ടപ്പോൾ മനസ്സിലായി ഇന്ത്യയിൽ ഇത്രയും Definitely 60% of the world's population has curls, waves and coils. അങ്ങനെയാണ് ഞങ്ങളുടെ പിച്ച് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. It's a huge market. It's like ഇങ്ങനെ ആലോചിച്ചാൽ മതി. See the hair care industry itself is a 23,000 crore industry in India. അതിനകത്തൊരു പകുതി വരെ പിടിച്ചാൽ മതി. ഇന്ത്യയിൽ തന്നെ പോക്കർ സ്ട്രേറ്റ് ഹെയർ ഉള്ളവർ വളരെ റെയർ ആണ്. 85 to 90%. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തു വയ്ക്കാം. ഫെബിൻ്റെ മുടി, his hair, all of our hairs, either wavy or curly, all of y'all can use my product.
So it's not a diminishing market or something, it's a very growing market. But it just needs a lot of awareness. ഒത്തിരി സ്ഥലത്ത് പോയി ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ സാലോൺസിൽ പോയി ഞാനും യൂബായും ഈ മെത്തേഡ് കാണിച്ചു കൊടുക്കണം. സോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാലോണിൽ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹം. ബിക്കോസ് ഒത്തിരി പേര് അവിടെ പോയിട്ടാണ് ഈ കേളി ഹെയർ കാര്യങ്ങൾ പഠിക്കുന്നത്, പിന്നെ ഓൺലൈനും പഠിക്കുന്നുണ്ട്. സോ വി ഡെഫിനറ്റ്ലി വോണ്ട് ടു ബിൽഡ് എ യൂട്യൂബ് മാർക്കറ്റിംഗ്. അവിടെയൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ അവയർനെസ് വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണം. നമ്മളിപ്പോൾ ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്? ഇപ്പം ഞങ്ങൾ മെയിൻലി ആക്റ്റീവ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ടൈഡ് അപ്പ് ടുഗദർ. നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തായിരിക്കും? മേ ബി ഷാർക്ക് ടാങ്കിന്റെ വീഡിയോ ഒരു ഷാർക്ക് ടാങ്കിനെ കട്ട് ചെയ്ത ആളാണ് ശരിക്കും പറഞ്ഞാല് നല്ലോണം വർക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ ഷാർക്ക് ടാങ്കിന്റെ ആ ബാക്ക്ഗ്രൗണ്ട്, ഈ ടാങ്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴും ആൾക്കാർക്ക് ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് കുറേ ആഡ്സ് ഫെബിൻ ഞങ്ങൾ മോഡൽസ് മാത്രമായിട്ട് റൺ ചെയ്ത് നോക്കി. അതിനൊന്നും ഞങ്ങൾക്ക് സക്സസ് ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ മോൻ കാണിച്ചാല്, അതായത് എനിക്ക് തന്നെ മടുപ്പ് എന്റെ മോൻ കാണിച്ചാൽ, അല്ലെങ്കിൽ യുവാക്ക് കാണുമ്പോൾ യുവാക്ക് മടുപ്പാ. പക്ഷെ അതിലാണ് മൂവ്മെന്റ് വരുന്നത്. അപ്പൊ എന്റെ പെർഫോമൻസ് മാർക്കറ്റ് വന്നപ്പോൾ ഇല്ല നിങ്ങളുടെ വീഡിയോസ് എന്റെ കൂടുതൽ തരണം. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി ബിൽഡ് ചെയ്യും. സോ വെരി ഫൗണ്ടർ ലെഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മുടെ ഷാർക്ക് ടാങ്കിന്റെ വീഡിയോക്ക് എത്തുന്ന എന്തുമാത്രം ROI കിട്ടിയായിരുന്നു തിരിച്ച്? ഷാർക്ക് ടാങ്കിന് നല്ല ഒരു ഐ തിങ്ക് ഈസിലി ഒരു 7x അപ്പം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 4.5 കിട്ടുകയാണെങ്കിൽ ഇറ്റ് വെന്റ് അപ് ടു ഒരു 7. ലാസ്റ്റ് minute sale, like see we kept trying to change it out. We also realized that because pricing was a problem, and ഞങ്ങളുടെ എപ്പിസോഡിനകത്ത് unfortunately എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അക്ക പ്രോഡക്ട്സ് बहुत expensive है. They said that in such a bad way. So we also knew we had to play around in the discount range. And when we spoke to old contestants like season 1 contestants, അവരൊക്കെ പറഞ്ഞത് see നിങ്ങൾ maximum discounts-ഉം attractive offers-ഉം കൊടുത്തിട്ട് എത്ര കസ്റ്റമേഴ്സിനെ ഗാർണർ ചെയ്യാൻ പറ്റുമോ അത്രയും പേരെ ഗാർണർ ചെയ്യാം. അപ്പം അതും ഒരു സ്ട്രാറ്റജി ആയിരുന്നു. Because you don't want to lose out on sales. See, Shark Tank is a once in a lifetime opportunity. അപ്പം എത്ര സെയിൽ ആണോ അതിൽ നിന്ന് എടുക്കാൻ പറ്റുക, ലൈക്ക് റവന്യൂ വൈസ്, you have to take it, you have to make it happen. Obviously not compromising your margins to such a bad extent, like margin is also important. ഞാൻ പറഞ്ഞില്ലേ, ബൂട്ട് സ്ട്രാപ്ഡ് ആകുമ്പോൾ നമ്മുടെ നമ്പേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ആൻഡ് അത് തന്നെയാണ് എനിക്ക് ഫണ്ടിങ് വന്നാൽ പോലും ആ സെയിം സ്ട്രാറ്റജി തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ബിക്കോസ് എൻ്റെ ഫാമിലി ബിസിനസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാനുള്ള കാരണം ആരും ആ നമ്പേഴ്സ് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം എനിക്കതൊരു വലിയൊരു പാഠം പോലെയാണ്. മെയിൻറ്റെയിനിൽ വരുമ്പം എത്ര വന്നാലും ടോപ്പ് ലൈൻ മാത്രമല്ല, യുവർ ബോട്ടം ലൈൻ ഓൾസോ ഹാസ് ടു ഇംപ്രൂവ്. You know, like with growth, I feel like you can grow by focusing on your bottom line as well. It doesn't have to be that top line മാത്രം നോക്കി പോയിട്ട് നമ്മൾ കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. Because why am I doing business? I'm also doing business to make money out of it. അല്ലേ? So impact customers, bring out a great brand, but also focus on your profit. Yeah. സോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക് നമുക്ക് എന്തായാലും കിട്ടാറുണ്ട്, കമ്മ്യൂണിറ്റിക്കകത്ത് കിട്ടാറുണ്ട്. അങ്ങനെ ഫീഡ്ബാക്ക് എടുത്ത ഒരു പോയിന്റ് നമ്മൾ മെയിൻറ്റെയിൻ അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും? ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദേ വാണ്ടഡ് അസ് ടു ഡു സംതിങ് വിത്ത് ദ ഹെയർ ആക്സസറീസ്. അപ്പം അവർക്ക് മെയിനായിട്ട് വെച്ചാൽ ഇപ്പം കുറേ ഹെയർ ആക്സസറീസ് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം അതിന് ലൈഫ് സ്പാൻ കൂടുതലാണ്. എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് തിരിച്ചു വരുന്ന സമയം കുറവ് ഇസ് ഇൻ ദ കേസ് ഓഫ് ഹെയർ പ്രോഡക്ട്സ്. ബിക്കോസ് പ്രോഡക്റ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരണമാണ്. ബട്ട് ഹെയർ ആക്സസറിനകത്ത് സാറ്റിൻ ഹെയർ പ്രോഡക്ട്സ് ഒക്കെ ഈസിലി ഒരു 1 year ഒക്കെ സുഖമായിട്ട് നിൽക്കും. പക്ഷെ പല കളേഴ്സും പിന്നെ അത് വാഷ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഇത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പീപ്പിൾ വിൽ ബൈ. അപ്പോൾ അതിനകത്ത് ഈ സാറ്റിൻ ഹെയർ പ്രോഡക്ട്സ് വെച്ച് a lot of customers wanted to send back the products where we can dry clean them, നല്ലോണം ക്ലീൻ ഒക്കെ ചെയ്തതിന് ശേഷം we can make out these smaller products like a coin pouch, mobile case, specs case, like pencil pouch. So this is something called as second life that we started in Manetain. ഇത് പ്യൂർലി ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ഫീഡ്ബാക്ക് എടുക്കുമോ? വിളിച്ചിട്ട് ഫീഡ്ബാക്ക് നമ്മൾ അങ്ങനെയും എടുക്കാറുണ്ട്. പക്ഷെ കൂടുതലും കമ്മ്യൂണിറ്റിയിൽ അറിയുന്നവരായതുകൊണ്ട് ഓൾറെഡി യൂബാടെ നമ്പർ ഉണ്ടാവും, അവർക്ക് എൻ്റെ നമ്പർ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരൊന്നെങ്കിൽ മെസ്സേജ് ചെയ്ത് പറയും, അല്ലെങ്കിൽ ഈ കേളിയ മീറ്റപ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിനൊക്കെ പോകുമ്പോൾ കുറേ കൂടെ കോൺടാക്ട്സ് ബിൽഡ് ചെയ്യും. അപ്പം അവർ തന്നെ മെസ്സേജ് ചെയ്ത് പറയും, ഓ വി റിയലി ലൈക്ക് യുവർ പ്രോഡക്ട്സ്. ഇൻഫാക്ട് another important thing that we did is last birthday was our 4th birthday and we did a shoot with our customers. ഞങ്ങൾ ബോംബെയിലത്തെ 5 customers-നെ ചൂസ് ചെയ്തിട്ട് we did a photo shoot with them and it was so nice. Like അവരൊരു 1 line 2 line മെയിൻറ്റെയിനെ പറ്റി പറയാൻ and we didn't even have to force them. It came out so naturally where they literally spoke about what the brand meant to them, that they have also grown with the brand. Nice. So it was very nice, very very insightful. Yeah.
സോ നിങ്ങൾ എങ്ങനെയാണ് ലൈക്ക് കോ ഫൗണ്ടേഴ്സ് രണ്ടുപേരും തമ്മിൽ ഒരു ഈ ബിസിനസിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാം ത്രൂ വീക്ക്ലി മീറ്റിംഗ് സെറ്റപ്പ് ആണോ? വീക്ക്ലി മീറ്റിംഗ് സെറ്റപ്പ്. ഇൻഫാക്ട് എല്ലാം ഞാനിവിടെ വന്ന് ഇരുന്നപ്പോൾ തന്നെ യൂബായ വിളിച്ചത്. അത്രയും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. 1 day പോലും അങ്ങനെ വിളിക്കാതെ പോകുന്നൊരു ദിവസമില്ല. അത് വെരി റെയർ ആണ്. അത്രയും ഡീപ്ലി കണക്റ്റഡ് ആണ്. ടച്ച് വുഡ്. അത് ഞാൻ ഭയങ്കര പ്രൗഡ്ലി പറയുന്നൊരു കണക്ഷനാണ്. ആൻഡ് ഇറ്റ്സ് ദാറ്റ് സിസ്റ്റർഹുഡ്. അപ്പോൾ യൂബ എന്നും പറയും ആ സിസ്റ്റർഹുഡ് എന്ന് നിൽക്കുന്നോ ചിലപ്പോൾ അന്ന് മെയിൻറ്റെയിൻ നിൽക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ സിസ്റ്റർഹുഡ്. ബിക്കോസ് ഒരു ബിസിനസ് മാത്രമല്ല. ആൻഡ് ഐ തിങ്ക് that is where that age gap also comes into play, because she has seen the world a few more years more than what I would have seen. I have also seen life in a very different manner, and എൻ്റെ എക്സ്പീരിയൻസസും പുള്ളിക്കാരുടെ എക്സ്പീരിയൻസസും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനുള്ളൊരു മ്യൂച്വൽ റെസ്പെക്ട്, ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഡെക്കറും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് നെവർ ബിൻ എ ഹിൻഡ്രൻസ്. ഒബ്വിയസ്ലി ഞങ്ങൾ തമ്മിൽ ഫൈറ്റ്സ് ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ബട്ട് വാട്ട് വി ഡു ഇസ് മനസ്സിൽ എന്താണോ ഉള്ളത് അത് അപ്പം തന്നെ തുറന്ന് പറഞ്ഞങ്ങ് തീർക്കും. അതങ്ങനെ വെച്ച് കൾട്ടിവേറ്റ് ചെയ്ത് വേറൊരു സംഭവം ആക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ആൻഡ് വി ആർ ഓൾവേസ് ട്രൈങ് ടു ലേൺ ഫ്രം ഈച്ച് അതർ. ഇപ്പോൾ ഷീ ഫീൽസ് ലൈക്ക് ഐ എം ദ മോർ പ്രൊഫഷണൽ വൺ ഇൻ ടേംസ് ഓഫ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനും. എനിക്കൊരു രീതിയുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു രീതി, എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് അതൊക്കെ ചെയ്ത് എനിക്കൊരു ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യണം. പക്ഷെ പുള്ളിക്കാരി കുറച്ച് അങ്ങനെയല്ല. ഷീ ഈസ് എ ലിറ്റിൽ മോർ ഫ്രീയർ ഓൺ ദാറ്റ് സൈഡ്. അപ്പോൾ ഷീൽ ബി ലൈക്ക് നോ, ഐ ഷുഡ് ആക്ച്വലി പിക്ക് അപ്പ് ദാറ്റ് ഫ്രം യു. ഇറ്റ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഓൾസോ. So there is that kind of a connection, and I know that hair products and formulation she is the better partner in that. Okay. So I try learning as much as possible. Okay, what does that ingredient actually do? If somebody asks about it, I should be able to tell them because it's my own brand. So so it's a very good connection that way. Co-founder select ചെയ്യുന്ന ഒരു പാർട്ണറിനെ സെലക്ട് ചെയ്യുന്ന പോലെ അത്രയും സീരിയസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അല്ല, ഒന്നും അത്രയും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാതെയാണ്. ഞാൻ പറഞ്ഞ ഒരു ഗട്ട് ഫീലിംഗ്. പോയി മീറ്റ് ചെയ്തു. പുള്ളിക്കാരിയുടെ ഫാമിലി എൻ്റെ ബോംബെയിൽ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെയാണ്. എൻ്റെ മദറും ഒക്കെ അവിടെ പോയി നിന്നിട്ടുണ്ട്, തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട്. അപ്പം ഒരു ഗട്ട് ഫീലിംഗ്, ലിറ്ററലി ഒരു ഗട്ട് ഫീലിംഗ്. അല്ലാണ്ട് ഒരു സാധാരണ രീതിയിൽ ഒരു കോഫൗണ്ടർ സെലക്ട് ചെയ്യുന്ന പോലെ അല്ല ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ടു ഡു ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെയാ, ജേർണലിംഗ് ആണോ? ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാറുണ്ട്. ബുള്ളറ്റ് ജേർണലിംഗ് ആണോ? ബുള്ളറ്റ് ജേർണലിംഗ് ആദ്യം തന്നെ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ആഴ്ച എന്നിട്ട് ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എനിക്കത് ചെയ്തില്ലെങ്കിൽ ഒരു കുറച്ചൊരു മെസ്സി ഫീലിംഗ് എനിക്ക് തോന്നും. ഉറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. യു ഹാവ് എനി സ്ട്രാറ്റജി പ്ലീസ് ടെൽ മീ. ഐ ആം ഹാപ്പി ടു ലേൺ. കഴിയുമ്പോഴത്തേക്ക് കാരണം ഒരു ടാസ്ക് ഡോട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട് ഇടും, ടാസ്ക് ഇടും, കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ക്രോസ് ഡോട്ടെ തന്നെ ക്രോസ് ഇടും. ദാറ്റ് ഐ ഡു. അത് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഫുൾഫില്ലിംഗ്. പക്ഷെ ടാസ്ക് കട്ട് ചെയ്യത്തില്ല, ആ ഡോട്ട് ക്രോസ് ചെയ്യും. പിന്നെ ഞാൻ ഡെലിഗേറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ആ ടാസ്കിന്റെ ചുറ്റും ഒരു സ്ക്വയർ, ആ സ്ക്വയറിനകത്ത് ആ ഡോട്ട് വരുന്ന പോലെ ഒരെണ്ണം വരയ്ക്കും. Delegating is also something that we are doing now, because we recently hired a CMO and she's been taking over the marketing part, and it's really nice actually. നമ്മളിങ്ങനെ എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുമ്പോൾ you actually burn out. നമ്മൾ burn out down. It's a very human tendency. And I think what happens is, as founders, when you're so passionate about your business, because it's like your first child. In my case, I'm not even married. It's literally my first child. What happens is you become so attached to it, you don't want to delegate. But that's really wrong. നമ്മൾ delegate ചെയ്യണം, because somebody who's better than you should be able to do that. But you overlook it. അതെന്തായാലും ചെയ്യണം, വിട്ടു കൊടുക്കരുത്. പക്ഷെ ഓവർലുക്ക് ചെയ്ത് ആ എക്സ്പേർട്ട് 10 മിനിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അരമണിക്കൂർ എടുക്കുന്ന കാര്യം പുള്ളി 10 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ അതല്ലേ ബെറ്റർ. സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ്. സോ നേരത്തെ ഒരു ബുക്കിന്റെ കാര്യം പറഞ്ഞു, കേളി ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക്. സോ അതുപോലത്തെ ഇപ്പം കേളി ഹെയർ ആയിട്ട് മീൻസ് കേളി ഹെയർ പീപ്പിളിന് വായിക്കാൻ പറ്റിയ കുറച്ച് റിസോഴ്സസ് പറയുവാണെങ്കിൽ എന്തായിരിക്കും? ഒരു മേ ബി ഒരു 2 books 3 books. I mean books ആയിട്ട് നോക്കുകയാണെങ്കിൽ definitely any curly wavy hair person should read the Curly Curl book. Like it's called the CG Method by Lorraine Massey. That's her name. And otherwise, use YouTube more than anything. Use YouTube and a lot of blogs. ഈ വീഡിയോസ് മാത്രം കണ്ടാൽ പോരെ, ബിക്കോസ് വീഡിയോസ് മാത്രം കാണുമ്പോൾ ഒരു 10 ഇൻഫ്ലുവൻസർ 10 രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി വെരി ഇൻറ്റിമിഡേറ്റിംഗ് ആൻഡ് ഓവർവെൽമിംഗ്. ദാറ്റ് ഇസ് വെൻ യു നീഡ് ടു റീഡ്, സ്വന്തമായിട്ട് റീഡ് ചെയ്യുക. ആൻഡ് ആ റീഡ് ചെയ്ത ബ്ലോഗ്സ്, ഒത്തിരി ബ്ലോഗ്സ് ഉണ്ട് ഫെബിൻ. ലൈക്ക് ഞാനൊന്നും കേളി ഹെയർ മെത്തേഡ് പഠിക്കാൻ തുടങ്ങിയ സമയം പോലെയല്ല. ഇപ്പം എന്തോരം കാര്യങ്ങളാണെന്നറിയോ, ലൈക്ക് കോളേജ് കുട്ടികൾ പോലെ എല്ലാവരും. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രയൽ ആൻഡ് എറർ ആൻഡ് ബി പേഷ്യൻറ്റ്.
ഈ ഷാമ്പും കണ്ടീഷണർ ഉപയോഗിച്ച ഉടനെ തന്നെ അടിപൊളി റിസൾട്ട് ഒന്നും വരില്ല. ബിക്കോസ് യുവർ ഹെയർ ഓൾസോ ഹാസ് ടു ഗെറ്റ് യൂസ് ടു ദ ന്യൂ റൊട്ടീൻ. എങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 years അടുപ്പിച്ച് എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഞാൻ കണ്ടേ. ആൻഡ് ആ ഒരു ഹിൻഷറ വേറെ തന്നെ ഹിൻഷറയായിരുന്നു. അപ്പോൾ അതിനുശേഷം കേളി ഹെയർ ലൈക്ക് വന്നു തുടങ്ങിയപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഞാൻ ഇനി ഇങ്ങനെയായിരിക്കും എൻ്റെ മുടി ഇരിക്കുക. ദാറ്റ് വാസ് ഓൾസോ ഡിഫിക്കൾട്ട് എന്നല്ല, ആ ട്രാൻസിഷൻ ഒരു വേറെ തന്നെ ജേർണി ആയിരുന്നു. ആൻഡ് ഡിഫിക്കൾട്ട് എന്ന് വെച്ചാൽ ആൾക്കാരെന്ത് വിചാരിക്കും, എൻ്റെ കോളേജിൽ ഇത്രയും നാൾ സ്ട്രേറ്റ് കണ്ടിട്ട് ഇങ്ങനെ കേളി കാണുമ്പോൾ യു വിൽ ഫീൽ കോൺഷ്യസ്. But once you accept it, and it's another level of freedom. Like I became so confident, I can't even tell you. Like എനിക്കിങ്ങനെ ആരുടെ മുമ്പിൽ പോയാലും പറയാം, ഇത് എൻ്റെ മുടിയാണ്. ലൈക്ക് ഞാനൊരു സ്ട്രേറ്റ്നറോ ഒരു ഹീറ്റോളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. And that is a very nice feeling. Yeah. That's great. So ഈ niche തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ like there's a lot to do. There's a tremendous lot of work that has to go in. That it can be a global brand. In fact, ഗ്ലോബലി നമ്മൾ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ദുബായ്, ദോഹ, ഖത്തർ, സിംഗപ്പൂർ, മലേഷ്യ ഇവിടെയൊക്കെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു പ്രീ കോവിഡ്. പക്ഷെ കോവിഡിന് ശേഷം പിന്നെയും കുറച്ച് ഡിഫിക്കൽട്ടായി ബിക്കോസ് so many restrictions and all of that happened. But the Malaysian customer still looks out for the products and she places an order. പക്ഷേ I feel like ഇന്ത്യയിൽ തന്നെ കുറേ ചെയ്യാനുണ്ട് ആദ്യം. എനിക്ക് ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ഒരു വലിയ സംരംഭമാക്കിയതിന് ശേഷം I want to focus on abroad. Okay. So ഈ പ്രാവശ്യം നമ്മുടെ FY റിസൾട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു? FY റിസൾട്ട് വെരി ഗുഡ്. ലൈക്ക് ബൂട്ട് സ്ട്രാപ്ഡ് കണ്ടീഷനിൽ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 2 years ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ലെവലിലാണ് ഗ്രോ ചെയ്തത്. ബട്ട് ഈ ഇയർ ഒരു നല്ലൊരു 20-30% ഗ്രോത്ത് ഭയങ്കരമായിട്ടും ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ടും ഷാർട്ട് ടാങ്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും ഞാൻ ഗ്രോ ചെയ്തത് ബൂട്ട് സ്ട്രാപ്ഡ് രീതിയിലാണ്. പക്ഷേ എനിക്ക് ഇനി ഫണ്ടിങ് വെച്ചിട്ട് എനിക്ക് ഇനി ഗ്രോ ചെയ്യണം. ഐ എം ഓൾസോ ഹംഗ്രി ഫോർ ഗ്രോത്ത്. I don't want to be a basic player in the gang. I want to be a gangster. I want to get better at growing and basically make it a community-driven brand. I don't want to let go of that community factor because I think that has been the major reason for my growth. So I'm always thankful to that community. Products test cheyanum, launch cheyanum, brand inde perayum, everything has come from the community. Which is rare. എല്ലാവരും പൈസ കൊടുത്ത് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്യുന്നത്. So that's something I really want to continue at all times and hopefully grow more. And you do have that vision. Yeah. Purpose അറിയാം, vision clear ആയിട്ട് അറിയാം. Yeah. And you love doing this. I love doing it. That's something I keep to it, you know. Like എവിടെ പോയാലും I wouldn't, I mean എൻ്റെ ഫ്രണ്ട്സ് പറയും വർക്കഹോളിക് ആണ്. പക്ഷേ വർക്കഹോളിക്കിനെക്കാളും അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാരണമാണ് ഐ ഹാഡ് ടു പുട്ട് ഡബിൾ ദി എഫേർട്സ്. പക്ഷേ ഇനി ഞാൻ എഫേർട്ട് ഇടുമ്പോൾ എനിക്കറിയാം ഇത് ഫുള്ളി ചാനൽ ചെയ്യുന്നത് മെയിൻറ്റെയിനിലേക്കായിരിക്കും. സോ ഇറ്റ്സ് വെരി ലൈക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗ്രോ ചെയ്യാൻ. ലൈക്ക് ബോംബെ പോകാനും അതെ ടൈം പോകുന്ന അറിയത്തില്ല. ഇൻഫാക്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആൻഡ് ഷീ ഹാഡ് ഗോൺ ടു വർക്ക്. എന്നിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ കഴിക്കണം, ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി വന്നപ്പോൾ വൈകുന്നേരമായി. ഇതുവരെ കഴിച്ചില്ലേ? ഇല്ല, ഞാൻ ഭയങ്കര calls and calls. Like it was so exciting. There were so many things to discuss and I wanted to tell you about everything. So ഞാൻ റീറ്റ വന്നിട്ട് നമുക്ക് പുള്ളിക്കാരുടെ പേര് റീറ്റയാണ്. അപ്പോൾ റീറ്റ വന്നിട്ട് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. ഇതുപോലെ നമ്മുടെ മെയിൻറ്റെയിൻ പോലെ സിമിലർ ബ്രാൻഡ്സ് founders under and a couple of very good brands who are doing phenomenally well. Like I have to learn from them. That's Fix My Curl, Ashba, Curl Up, ഒത്തിരി brands ഉണ്ട്. And we've all been ഞങ്ങൾ ആ സെയിം സ്റ്റോറി ആയതുകൊണ്ട് what is the story? മാക്സിമം വരെ ഈ കളിയെ ഇതിലങ്ങ് എംബ്രേസ് ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട്. അപ്പം അതൊരു മോട്ടീവ് കോമൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം അപ്ലിഫ്റ്റ് ചെയ്യുക. അതാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ആ ഒരു അപ്ലിഫ്റ്റിംഗ് എംപവറിംഗ് മെന്റാലിറ്റി ഈസ് വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് me showing up today is a leading example for an upcoming person. Like for somebody to pick up on that and be like, I can also do it. You know, I also don't need 100 resources to make it work. ഒരു ചെറിയ തുടക്കം, ഒരു ചെറിയ സ്പാർക്ക് മതി for it to really envision into something big.
ഫെബിൻ വിചാരിക്കുന്ന മെയിൻറ്റെയിൻ ഭയങ്കര വലിയ സംഭവമാണ്. അത്ര വലിയ സംഭവമല്ല. Hopefully അവിടേക്ക് എത്തും. Wanted to just give a special shout out to the founder community in Kerala. They've really nicely accepted me into their ecosystem. And കേരളം ecosystem ഞാൻ അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു. ഷാർക്ക് ടാങ്കിന് ശേഷമാണ് ഞാൻ കൂടുതലും ആക്റ്റീവ് ആയത്. സ്റ്റാർട്ടിങ് ഫ്രം റോഷൻ സർ മാതൃഭൂമിയിൽ എനിക്കൊരു നല്ലൊരു റൈറ്റപ്പ് എന്നെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാഹുൽ മാമനായാലും പിന്നെ മെയിൻലി എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട്സ് നസീഫ് ആൻഡ് നൗറി. ഞാൻ എവിടെ പോയാലും ഫെമിസേഫിനെ പറ്റി ഞാൻ പറയും. ബിക്കോസ് അവർക്കും ആ ഒരു ഞാനും വളരണം അവരും വളരണം ആ ഒരു ചിന്തയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ തമ്മി വളരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ബിസിനസ്സിനും ഡെവലപ്പ് ആവാൻ ആസ് എ പേഴ്സൺ യു ഫീൽ ഗുഡ്. ബിക്കോസ് വേറൊരാൾക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തല്ലോ എന്ന് പറയുമ്പോൾ ഒരു നല്ല ഫീലിംഗ് ആണ്. അപ്പം അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഷാർക്ക് ടാങ്കിന് ശേഷം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അവർ തന്നിട്ടുണ്ട് കേരളത്തിൽ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. And I just wanted to say thank you to the founder community. And ഈ ഇടയ്ക്ക് ഞാൻ ഒത്തിരി ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്തു അവർ വഴി. സോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക് യു പറയണം. നാസിഫ്, സയ്യിദ് അവരൊക്കെ ഭയങ്കരമായിട്ടും റീച്ച് ഔട്ട് ചെയ്ത് ഈ സ്റ്റോറി എത്രയും പേർക്ക് പറഞ്ഞു കൊടുക്കുക അതിനൊക്കെ നന്നായിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ ഫാമിലി ആൻഡ് സപ്പോർട്ട് സിസ്റ്റം for constantly driving me and telling me I'm on the right track even on days when it is miserable. Because another thing that I wanted to highlight is ഈ ഫൗണ്ടർ ജേർണി നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ഹൈ അല്ല. There are lows, there are difficult days, there are days you feel very demotivated to not continue. ഓഫ് ഇതെന്തിനാ ചെയ്യുന്നത്, ഇത് ഗിവ് അപ്പ് ചെയ്യാമെന്ന് നമുക്ക് തോന്നും. ബട്ട് ഇതുപോലത്തെ ആവന്യൂസും ആ കസ്റ്റമേഴ്സിൻ്റെ ആ ഇമ്പാക്റ്റ് അവരെ ആ ഒരു മെസ്സേജ് കാണുമ്പം ഓക്കെ താങ്ക് യു ഫോർ ദ പ്രോഡക്ട്സ്, നിങ്ങളുടെ പ്രോഡക്ട്സ് കാരണം ഐ എം സോ മച്ച് മോർ കോൺഫിഡൻറ്റ് വിത്ത് മൈ ഹെയർ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എനഫ് ടു മേക്ക് യു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക് അഗൈൻ. So that's something that's really important and close to my heart. Yeah. Nice. So thank you so much, Hinshara. Thank you so much for accepting our invite and coming to the show. And like kore tips കാര്യങ്ങൾ എനിക്ക് തന്നെ kore like curly hair നെ പറ്റി frizzy hair എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഏകദേശം frizzy ആണെന്ന് പറയാൻ പറ്റത്തില്ല. Yeah. So thank you so much for sharing all your knowledge and all the tips. Yeah. So thank you so much.